ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം നല്ലവൻ, അവൻ്റെ സ്നേഹവും കരുണയും എന്നേക്കുമുള്ളത്. അവൻ്റെ കരുണ എന്നേക്കുമുള്ളത്, അവൻ്റെ സ്നേഹം എന്നേക്കുമുള്ളത്. അവൻ ഒരിക്കലും മാറാത്ത ദൈവം, അവൻ ഒരിക്കലും മാറാത്ത ദൈവമാകുന്നു. അവൻ എന്തെല്ലാം പറയുന്നുവോ അതെല്ലാം നടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം തൻ്റെ വചനത്തെ സകലത്തിന് മുകളിലാക്കി വെച്ചിരിക്കുന്നു. ആമേൻ. എന്തൊരു വലിയ ഭാഗ്യമാണ് നമ്മൾക്ക് അവൻ്റെ വചനവും നാമവും നമുക്കുള്ളത്. അവൻ വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആമേൻ, ആ വചനത്തിൻ്റെ മഹത്വവും നാമവും അവൻ നമ്മൾക്ക് നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ നടുവിലായിരിക്കാൻ എനിക്ക് ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം. വിശ്വാസത്തെ പറ്റിയുള്ള ടീച്ചിങ്ങിനായി ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ 1988 എൻ്റെ ഫസ്റ്റ് കോഴ്സ് ആരംഭിക്കാനിടയായി. അപ്പോൾ ആ വിശ്വാസത്തെ പറ്റിയുള്ള ടീച്ചിങ് ഞാൻ കേൾക്കാനിടയായി. പക്ഷേ എൻ്റെ പെന്തക്കോസ്റ്റൽ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ കേട്ടിരിക്കുന്ന കുറേ കാര്യങ്ങൾ കൊണ്ട് അത് ദുരുപദേശമാണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറയും ഇത് സാത്താനിക് ടീച്ചിങ് ആണെന്ന് ഞാൻ പറയും. അത് അമേരിക്കയിൽ നിന്ന് വന്നതാണെന്ന് ഞാൻ പറയും. അതുകൊണ്ടാണ് ഞാൻ 88, 89 ഞാൻ ഷോർട്ട് ടൈം കോഴ്സ് ഞാൻ ഒരു ദേവദാസൻ ഐസക് ഗോമസ് അദ്ദേഹം പ്രീച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങൾ പറയുന്നവരോട് എനിക്ക് അംഗീകരിക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തെ വളച്ചൊടിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വിശ്വാസ പ്രഖ്യാപനത്തിനെ പറ്റി പറയുകയാണ്. നിങ്ങൾ പറയണം, വിശ്വാസ പ്രഖ്യാപിക്കണം. അതൊക്കെ എന്തിനാണ് ഞാൻ പറയുന്നതെന്ന് ഞാൻ ചോദിച്ചു. കാരണം ഞാനതുപോലെ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടൊരു വ്യക്തിയായിരുന്നു. ഞാൻ പറഞ്ഞു, ദൈവം സർവശക്തനായ ദൈവമാണ്, അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യും. നിങ്ങൾ ആരാണ് എനിക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് ഭരിക്കാൻ? എനിക്ക് പറ്റത്തില്ല ഗോമസ്, നിങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞു. എൻ്റെ അജ്ഞത നിമിത്തം ഞങ്ങൾ പറഞ്ഞു, അതെ ഞാൻ പറഞ്ഞത് ബൈബിളിൽ പറഞ്ഞ കാര്യങ്ങൾ പകുതിയിൽ ശരി തന്നെയാണ്. പക്ഷേ യേശു തന്നെ പറഞ്ഞു, നിങ്ങളുടെ അതേ ആയിരിക്കട്ടെ, ഇല്ല എന്നുള്ളത് ഇല്ല തന്നെ ആയിരിക്കട്ടെ, അതിൽ കൂടുതലായിട്ട് വരുന്നത് എവിടെ നിന്നാണ്? ദുഷ്ടങ്കിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളൊരു കാര്യം കാണുകയാണ്, നിങ്ങൾ തന്നെ സൗഖ്യമായിരിക്കുന്നു കണ്ടിട്ടല്ല നിങ്ങൾ അതേന്ന് പറയരുതല്ലേ. നിങ്ങൾ തന്നെ ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല, നിങ്ങൾ പരിശുദ്ധനല്ല, എന്നിട്ട് പറയണം ഞാൻ പരിശുദ്ധനാണെന്ന്. അങ്ങനെ പറയുന്നത് ഈ വചനത്തിനെതിരാണെന്ന് ഞാൻ പറഞ്ഞു. ഇതൊക്കെ ഞാൻ എൻ്റെ ആർഗ്യുമെൻ്റായിട്ട് ഞാൻ തുടങ്ങി. ഇതെല്ലാം എൻ്റെ അജ്ഞത കൊണ്ടാണ് ഈ പറഞ്ഞത്. അങ്ങനെ ഞങ്ങളുടെ ആർഗ്യുമെൻ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ 40 ജനങ്ങൾ മാത്രമുള്ള ഒരു സ്കൂൾ ഒരു മീറ്റിംഗ് ആയിരുന്നു. ഞാൻ ഇരിക്കുമ്പോൾ അത് വല്ലാത്തൊരു കൺഫ്യൂഷനും കുഴപ്പങ്ങളും കലക്കങ്ങളും ഉള്ളതായി എനിക്ക് തീർന്നു. അദ്ദേഹം അങ്ങനെ മീറ്റിങ്ങിൽ ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവസാനം മീറ്റിംഗ് കുഴങ്ങി. അവസാനം ഞാൻ ഒരു വചനം ഞാൻ ശ്രദ്ധിച്ചു. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, നിങ്ങളുടേതായ കാഴ്ചപ്പാടിലേക്ക് നിങ്ങൾ പോകരുത്, നിങ്ങൾ ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ വരുന്നിടം വരെ എന്ന് പറയും. വൈകിട്ട് ഈവനിങ് സെഷൻ വേണമായിരുന്നു. പക്ഷേ എല്ലാവരും ഡിസ്കസ് ചെയ്തിട്ടിരിക്കും. എന്താണ് ചന്ദ്രസിംഗ് ആണ് പറഞ്ഞത് കറക്റ്റാണ്, പക്ഷേ ഗോമസ് ആണ് പറഞ്ഞത് കറക്റ്റാണ്. ഇത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും 2 ചേരികളെ തിരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ആ സമയത്ത് ഈ ടീച്ചിങ് എന്ന് പറയുന്നത് ജനങ്ങൾ അതിനെ സാത്താനിക് ഡോക്ടറിൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് എൻ്റെ പശ്ചാത്തലം. ഇപ്പോൾ ദൈവം എന്നെ അതേ വിശ്വാസം എന്താണോ ഞാൻ അല്ലെന്ന് പറഞ്ഞത് അത് പഠിപ്പിക്കാൻ ദൈവം നിൽക്കുകയായിരുന്നു. നോക്കുക, ടീച്ചിങ്ങിനെ തകർക്കാൻ ശ്രമിച്ചു. പക്ഷേ ദൈവം എന്നെ വിളിച്ചു. നോക്കുക, ഞാൻ മിനിസ്ട്രി 1982 തൊട്ട് 88 വരെ ഞാൻ മിനിസ്ട്രി തന്നെയായിരുന്നു. പക്ഷെ അതിനുശേഷം ഞാനൊരു ഷോർട്ട് ടൈം കോഴ്സിന് ശേഷം ഞാനൊരു കോർഡിനേറ്ററായി ചില മീറ്റിങ്ങുകൾ ഞാൻ ചെയ്യാനിടയായി. 3 ഞാൻ പങ്കെടുത്തു. 4ാമത്തെ മീറ്റിങ്ങിന് ഞാൻ കോർഡിനേഷൻ ചെയ്തു. പക്ഷേ ഈ ഷോർട്ട് ടൈം കോഴ്സസിൽ
എൻ്റെ മനസ്സിലെ ആ മുഖം അത് പിന്നെയും പിടിമുറുക്കി തന്നെ ഇരുന്നു. എനിക്കതങ്ങോട്ട് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. ആ 10 ദിവസത്തെ കോഴ്സിന് ശേഷം ഞാൻ അണ്ണനുമായിട്ട് ഡിസ്കസ് ചെയ്തു. അണ്ണനോട് ഞാൻ പറഞ്ഞു, ഞാനിതിനെപ്പറ്റി എനിക്ക് അംഗീകരിക്കാൻ കഴിയത്തില്ല, ഇതെന്ത് പറഞ്ഞാലും ഞാൻ അംഗീകരിക്കത്തില്ല. അണ്ണൻ പറഞ്ഞു, പരിശുദ്ധാത്മാവിന് മാത്രമേ നിന്നെ ബോധ്യപ്പെടുത്താൻ കഴിയത്തുള്ളൂ, ദൈവത്തിൻ്റെ മുമ്പിൽ കാത്തിരിക്കുക, ബൈബിൾ പഠിക്കുക എന്ന് പറഞ്ഞു. പക്ഷേ ഇതെല്ലാം ഞാൻ ആ സമയത്ത് മധുര തമിഴ്നാട്ടിലൊരു സഭയിലായിരുന്നു. അദ്ദേഹത്തിന് ഒരു പ്രത്യേകമായ ഈ ഒരു വിഷയത്തിൽ വലിയ കടുംപിടുത്തമുണ്ടായിരുന്നു. അദ്ദേഹം എന്നെ വിളിക്കും, ഞങ്ങൾ ഒരുമിച്ച് മണിക്കൂറുകൾ പ്രാർത്ഥിക്കും, ഞങ്ങൾ വീക്കെൻഡുകളിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും. ഈ തിരുവെഴുത്തുകളൊക്കെ ഞാൻ പറഞ്ഞാലും എന്നോട് പറഞ്ഞാലും ഞാൻ അംഗീകരിക്കത്തില്ലായിരുന്നു. എന്നൊരു ഞാൻ മറ്റൊരു സ്ഥലത്ത് പോയപ്പോൾ അവിടുത്തെ പാസ്റ്ററുമായിട്ടുള്ള ബന്ധം മാത്രം നല്ലതായിട്ട് എനിക്ക് കൊണ്ടുപോയില്ല. പക്ഷേ എൻ്റെ ഉള്ളിലെ പിടിമുറുക്കം, ആ സിറ്റിയിൽ ഞാൻ 10 ദിവസത്തെ ഷോർട്ട് ടൈം കോഴ്സ് കണ്ടക്ട് ചെയ്തെങ്കിലും ഞാൻ അതിൽ ആ വിശ്വാസ ടീച്ചർക്കെതിരെ ഞാൻ വളരെയധികമായിട്ട് എതിർത്തുകൊണ്ടിരുന്നു. പക്ഷെ 92 എനിക്കൊരു അസുഖം വരുവാനിടയായി, പൈൽസ് വരുവാനിടയായി. ആ പൈൽസ് എന്ന അസുഖം വന്നപ്പോൾ ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വന്നു. 3-4 വർഷം ഞാൻ 3-4 മാസം എടുത്തു. പക്ഷെ ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടായില്ല. അത് കുറച്ച് കൂടുതലായതുകൊണ്ട് ഞാൻ ഡോക്ടറിൻ്റെ അടുക്കൽ പോയി. ഒരു സ്ഥലത്ത് തൂത്തുക്കുടിയിൽ പോകാനിടയായി. എന്നിട്ട് കൺസൾട്ട് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളിതിന് സർജറി ചെയ്യണം, വേറെ ഒരു വഴിയുമില്ലെന്ന് പറഞ്ഞു. കാരണം ഇത് ഭയങ്കര പ്രശ്നമായതുകൊണ്ട് അടുത്ത വീക്ക് ഞാൻ ആ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു. ഞാൻ എൻ്റെ ലൈബ്രറി പോകും, എനിക്ക് ബുക്സുകളുണ്ട്, ഞാൻ ബുക്ക് വായിക്കും. അപ്പോൾ ഈ ഓപ്പറേഷൻ സമയം അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് സമയത്ത് ഞാൻ കൂടുതൽ ബുക്സുകൾ വായിക്കാമെന്ന് വിചാരിച്ചു. ആ സമയത്ത് എൻ്റെ കയ്യിലുള്ളത് പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള പുസ്തകങ്ങളും അങ്ങനെയുള്ള കുറച്ച് പുസ്തകങ്ങൾ, പക്ഷേ വിശ്വാസത്തെ പറ്റിയുള്ള പുസ്തകങ്ങളില്ല. പക്ഷേ ഇതിനകത്ത് ഒരു കൂട്ടം ബുക്കുകൾ ഞാൻ തുറക്കത്തില്ല, അതെൻ്റെ ഷെൽഫിലുണ്ട്. അതെനിക്ക് ബരാഖ മിനിസ്റ്റർ ലഭിച്ചതാണ്. അദ്ദേഹം ഞാൻ ഫെയ്റ്റ് ഡോക്ടറിനെ പറ്റി എതിർത്തപ്പോൾ കിട്ടിയ ബുക്കാണ്. ഞാൻ എൻ്റെ പാസ്റ്റർ മധുരയിലുള്ള പാസ്റ്റർ പറഞ്ഞു, തൊടുക പോലും ചേരുന്നു പറഞ്ഞു, അതിനെ എടുത്ത് കളഞ്ഞേക്കാന്ന് പറഞ്ഞു, നിങ്ങൾ തൊട്ടാൽ ആ വിഷം നിങ്ങളിലേക്ക് പടരുമെന്ന് പറഞ്ഞു. അദ്ദേഹം അത് പറഞ്ഞത് കൊണ്ട് ഞാൻ തൊട്ടിട്ടേയില്ല. കാരണം ആ സമയങ്ങളിൽ പാസ്റ്ററിൻ്റെ വാക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സുവിശേഷം പോലെയാണ്, എന്ത് പറഞ്ഞാലും ഞങ്ങൾ അനുസരിക്കും. പക്ഷെ മറ്റൊരു സമയങ്ങളിൽ വേറെ ബുക്കുകളെല്ലാം തീർന്നു. അപ്പോൾ ഓക്കെ, ഞാൻ ഈ ബുക്കിൽ ഒരെണ്ണം എടുത്ത് വായിച്ചു നോക്കാം. അതേ, എനിക്ക് ബൈബിൾ അറിയാം, എനിക്ക് നന്നായിട്ട് ബൈബിൾ അറിയാവുന്നതുകൊണ്ട് എൻ്റെ മനസ്സിൽ ആർക്കും കളങ്കപ്പെടുത്താൻ കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ വായിച്ചു നോക്കുന്നതിൽ എന്താണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഞാൻ വായിക്കാൻ തുടങ്ങി. 2 ദിവസം മുമ്പുള്ള സർജറിക്ക് മുമ്പ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ചാപ്റ്ററുകൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അകത്തുള്ള ഒരാൾ പറഞ്ഞു, ഇതെല്ലാം ബൈബിളിൽ നിന്നാണല്ലോ, ഇതിൻ്റെ അകത്ത് വേറെ ഒരു വൈരുദ്ധ്യമില്ലല്ലോ, എന്താണോ അദ്ദേഹം പറയുന്നത് അതെല്ലാം 100% ബൈബിളിൽ നിന്നുള്ളതാണ്. ഞാനത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതെൻ്റെ മനസ്സിലും ഹൃദയത്തിലും പോയിക്കൊണ്ടിരുന്നില്ല. ആ സമയത്ത് എൻ്റെ അയൽപക്കത്തുള്ളൊരു ആൻറ്റി, കുറച്ച് വയസ്സുള്ള ഒരു ആൻറ്റിയാണ്. ആൻറ്റിക്ക് 70 വയസ്സുണ്ട്, എനിക്കൊരു 40, അങ്കിളിനൊരു 40 വയസ്സിനടുപ്പിച്ച് പ്രായം വരും. ആൻറ്റി പറഞ്ഞു, തൊട്ടപ്പുറത്ത് വീട്ടിലെ കുഞ്ഞിന് വയ്യ, ചെറുക്കന് വയ്യ, ഒന്ന് പ്രാർത്ഥിക്കുമോ. എനിക്കാണെങ്കിൽ അത്ഭുതമായി. ഞാൻ ഒരു ഫുൾ ടൈമായിട്ട് ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ആളല്ല, ഞാൻ പാസ്റ്ററല്ല. എന്നെ വിളിച്ചിട്ട് പറയുകയാണ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഞാൻ തന്നെ എനിക്ക് രോഗം കൊണ്ട് ബുദ്ധിമുട്ടിരിക്കുകയാണ്, എനിക്ക് ആ വേദന സഹിക്കാൻ വയ്യ. ആ സമയത്താണ് ഞാനിപ്പോൾ പോയിട്ട് ഞാൻ സർജറി ചെയ്യാനിരിക്കുമ്പോഴാണ് ആൻറ്റി ഇപ്പോൾ ഒരു ആൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വിളിക്കുന്നത്. ഓക്കെ, എന്തായാലും എൻ്റെ വീട്ടിൽ ചൊവ്വാഴ്ചകളിൽ ബരാഖ പ്രാർത്ഥന കണ്ടക്ട് ചെയ്യാറുണ്ട്. സെക്കൻഡ് സാറ്റർഡേയിൽ ബരാഖ ഫാസ്റ്റിംഗ് പ്രെയർ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇത് മാത്രമാണ് ഞാൻ ചെയ്യാറുള്ളത്. ആൻറ്റി വിചാരിച്ചു ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് എന്തൊക്കെയോ പ്രാർത്ഥിക്കുവാൻ കഴിവുള്ള ഒരു പാസ്റ്ററാണ്. അപ്പോൾ ആൻറ്റിയുടെ വീട്ടിൽ അങ്കിൾ ചെല്ലാനിടയായി. അങ്ങനെ അവിടെ ചെന്നപ്പോൾ
അവിടെ ഒരു മകൻ കിടപ്പുണ്ടായിരുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല എന്ത് ചെയ്യണം എന്നുള്ളത്, പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണമേ. ഈ ഒരൊറ്റ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചോട്ടെ. ചെന്നിട്ട് അവനെ കണ്ടപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ തുടങ്ങി. എന്നോട് ചോദിച്ചു, സഹോദരൻ നീ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചു. ചെറിയ ഉത്തരം ഞാൻ ചോദിക്കുമ്പോൾ അവൻ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയത്തില്ല. കൊച്ചിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, അവൻ്റെ ജോയിൻസിലെല്ലാം ഭയങ്കര പെയിനുണ്ട്, വേദനയുണ്ട്. ഞാൻ ചോദിച്ചു, രക്ഷിക്കപ്പെട്ടതാണോ? അവൻ പറഞ്ഞു, അതേ അണ്ണ, ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചു, നീ അങ്ങനെ പറയും നീ രക്ഷിക്കപ്പെട്ടു എന്നുള്ളത്, നീ അത് കണ്ടോ? നീ എന്തെങ്കിലും ദൈവത്തിൻ്റെ ശബ്ദം കേട്ടോ? അപ്പോൾ അവനിങ്ങനെ കണ്ണ് മിഴിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു, ഇതുപോലെ തന്നെ ഞാൻ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടില്ല, ഒരു ദർശനം കണ്ടിട്ടില്ല, ഞാനൊരു ദർശനമോ അല്ലെങ്കിൽ ഒരു ശബ്ദമോ കേട്ട് കൺഫേം ചെയ്തിട്ടില്ല, എൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെട്ടു എന്ന്. ഞാൻ ദൈവത്തിൻ്റെ ചാനലാണ്, ദൈവത്തിൻ്റെ മകനാണ്. ഒരൊറ്റ കാര്യമുള്ളൂ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആരൊക്കെയാണോ വിശ്വസിക്കുന്നത് അവർക്ക് തൻ്റെ മക്കളാകാൻ അധികാരം കൊടുത്തു. നിങ്ങൾ ഹൃദയത്തിൽ അത് പറയുന്നു, അത് വിശ്വസിക്കുന്നു, വാഗുകൊണ്ട് പറയുന്നെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. ദൈവത്തിൻ്റെ വചനം പറയും, നമ്മൾ വിശ്വസിക്കുന്നു, ദൈവത്തിൻ്റെ വചനമാണ്. ഇത് മനുഷ്യൻ്റെ പ്രവൃത്തിയല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്, ദൈവത്തിൻ്റെ ശ്വാസമാണ്. അതുകൊണ്ട് നമ്മളത് വിശ്വസിക്കുന്നതുകൊണ്ട് നമ്മളത് സ്വീകരിച്ചിരിക്കുന്നു. അതിനേക്കാൾ കൂടുതൽ നമ്മൾക്ക് മറ്റൊരു ഉറപ്പുണ്ട്, നമ്മുടെ ആത്മാവും പരിശുദ്ധാത്മാവും നമ്മുടെ ആത്മാവോട് കൂടി സാക്ഷ്യം പറയുന്നു, നമ്മൾ കർത്താവിൻ്റെ മക്കളാണെന്ന്, അത്രയേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഒരു തമാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരസുഖം വന്നു കഴിഞ്ഞാൽ വിശ്വാസികൾ ഉടനെ ദൈവം തൻ്റെ അടിപ്പിണ സൗഖ്യമായി കഴിഞ്ഞു, യേശു കർത്താവ് നമ്മുടെ എല്ലാ വേദനകളും രോഗങ്ങളും അവൻ്റെ ശരീരത്തിൽ എടുത്തു എന്ന് പറഞ്ഞാൽ നമ്മളത് എടുക്കാറുണ്ടോ? യെശയ്യാവ് 53:4-5, മത്തായി 8:17, 1 പത്രോസ് 2:21. ഈ തിരുവെഴുത്തുകൾ ഞാൻ പറഞ്ഞു. ഈ തിരുവെഴുത്തുകൾ വളരെ വ്യക്തമായിരിക്കുമ്പോൾ എന്തുകൊണ്ട് നിനക്ക് എന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല? ഈ വചനത്താൽ തന്നെ എന്തുകൊണ്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല? നമ്മൾക്ക് എല്ലാവർക്കും തിരുവെഴുത്തുകൾ അറിയാം. ഒരു ക്രിസ്ത്യൻ എന്ന നിലയിൽ എല്ലാ വിശ്വാസികൾക്കും അറിയാം. ഈ 3 വചനങ്ങളറിയാം. നമ്മൾ യെശയ്യാ 53:4-5 ആണ് എപ്പോഴും പറയാറുള്ളത്. 1 പത്രോസ് 2:24. യേശു ക്രിസ്തുവിൻ്റെ അടിപ്പട നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പക്ഷെ നമ്മൾ പാപക്ഷമയിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ ആ വചനത്തെ വിശ്വസിക്കുകയും നമ്മളതിനെ അതുപോലെ ഏറ്റെടുക്കുകയും ചെയ്യുന്നു. പക്ഷേ രോഗസൗഖ്യത്തിൻ്റെ കാര്യത്തിൽ മറ്റു കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾക്ക് അത് പുറമേ ഉള്ള ചില കാര്യങ്ങൾ കണ്ടെങ്കിൽ മാത്രമേ, നഗ്നനേത്രങ്ങൾ കണ്ട് മാത്രമേ നമുക്ക് കണ്ട് വിശ്വസിക്കാൻ കഴിയത്തുള്ളൂ. അത് ശരിയാണോ സഹോദരൻ എന്ന് ഞാൻ ചോദിച്ചു. അല്ലാണ്ട് നിങ്ങൾ പറഞ്ഞത് എന്തെല്ലാമാണോ അത് അങ്ങയോട് ഞാൻ എഗ്രി ചെയ്യുന്നു. കാരണം അദ്ദേഹത്തോട് പറയുകയായിരുന്നു, എവിടെയൊക്കെയാണോ നിങ്ങളുടെ ക്ഷമയെപ്പറ്റി പറയുന്നത് അവിടെ എല്ലാം ബൈബിളിൽ നിങ്ങളുടെ രോഗസൗഖ്യത്തെ പറ്റി പറയുന്നുണ്ട്. 1 പത്രോസ് 2:24 പറയുന്നു, അവൻ നമ്മുടെ അതിക്രമങ്ങളെ ക്ഷമിച്ചു. അതുതന്നെയാണ് യെശയ്യാവ് 53:4-5 പറയുന്നത്. സങ്കീർത്തനങ്ങളിലും പറയുന്നത് തന്നെയാണ്. അവൻ നമ്മുടെ സകല രോഗങ്ങളെ സൗഖ്യമാക്കി നമ്മളുടെ എല്ലാ അതിക്രമങ്ങളും ക്ഷമിച്ചു. അതുകൊണ്ട് നമ്മൾ ഈ വചനങ്ങൾ വിശ്വസിക്കുമ്പോൾ, നമുക്ക് രക്ഷയെപ്പറ്റി പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നു, പക്ഷേ നമ്മളുടെ കണ്ണുകൾ കൊണ്ട് കാണാതെ സൗഖ്യത്തെ വിശ്വസിക്കുന്നില്ല. ഇതൊരു തമാശയല്ലേ? പക്ഷെ അപ്പം ഞാൻ പറഞ്ഞു, ഈ ഒരു വചനപ്രകാരം നമ്മൾ സ്വീകരിക്കണം. ഞാൻ പിന്നീട് ചോദിച്ചു, സഹോദര, ഈ വചനപ്രകാരം നീ വിശ്വസിക്കുന്നോ നിനക്ക് സൗഖ്യമായെന്നുള്ളത്? അവൻ നമ്മുടെ വേദനകളെ ചുമന്നു, നമ്മുടെ രോഗങ്ങളെ 2000 വർഷങ്ങൾക്ക് മുമ്പേ എടുത്തു കഴിഞ്ഞു. അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അത് ശരിയല്ലേ എന്ന് ചോദിച്ചു. അതെ, ഞങ്ങൾ 2 പേരും ഒരു കാര്യം സമ്മതിച്ചു. ഈ രോഗം എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിൽ ഇനി ശരീരത്തിലില്ല. യേശു കർത്താവ് അത് ക്രൂശിൽ എടുത്തു കഴിഞ്ഞു. ദൈവം യേശു കർത്താവ് പറഞ്ഞത് കൊണ്ട് ഞാനത് സമ്മതിക്കുന്നു, നീയും സമ്മതിക്കുന്നു. അതുകൊണ്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ ഞാൻ പറഞ്ഞു, കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കണ്ണുടച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ദൈവമേ നന്ദി, അങ്ങ് ഞങ്ങളുടെ രോഗങ്ങളെല്ലാം അങ്ങ് 2000 വർഷങ്ങൾക്ക് മുമ്പേ അങ്ങ് എടുത്തു. അതിനുശേഷം
ആ ക്രൂശിങ്കൽ അങ്ങ് ഞങ്ങൾക്ക് സകല സൗഖ്യവും നൽകി. അവനോടുത്ത രക്തത്താൽ എടുത്ത ക്രൂശിനാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും എടുത്തിരിക്കുക. സ്തോത്രം. ഇത്രയും പറഞ്ഞിട്ട് ഞാൻ ആമേൻ പറഞ്ഞ് തിരിച്ചു വന്നു. ഇത്രയും കാര്യങ്ങൾ ഞാൻ എന്തൊക്കെ അവനോട് പറഞ്ഞോ അതെല്ലാം എൻ്റെ മനസ്സിലുള്ള ദുഃഖത്തിനെതിരെയായിരുന്നു. കാരണം പരിശുദ്ധാത്മാവ് എന്നെ നിയന്ത്രിച്ചത് കൊണ്ട് ഞാൻ എന്തൊക്കെയാണോ ആ ഒരു രാവിലെ ഞാൻ വായിച്ചത്, ആ ബുക്കിൽ വായിച്ചത്, അതായിരുന്നു ഞാൻ പറഞ്ഞത്. കെന്നത്ത് ഹേഗിൻ്റെ കവിഞ്ഞൊഴുകുന്ന വിശ്വാസം. അദ്ദേഹം എന്ത് പറയുന്നു, അതെല്ലാം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാനതൊരു തത്തയെ പോലെ അവിടെ പോയിരുന്ന് പറയുകയായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം ആൻറ്റി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഒരു നല്ല വാർത്ത പറഞ്ഞു, ആൺകുട്ടി സൗഖ്യമായിരിക്കുന്നു. അവൻ വളരെ സന്തോഷത്തോടെ ഓടിക്കൊണ്ടുവന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ സൗഖ്യമായി. ഞങ്ങൾ വളരെ സന്തോഷത്തിൽ കൂടിയായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനെ നന്ദി പറഞ്ഞു, സ്തുതി ചെയ്തു സൗഖ്യമാക്കിയതിന്. ആൻറ്റി പോയതിന് ശേഷം ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. ഞാനവിടെ പോയി പ്രാർത്ഥിച്ച ആ ചെറുപ്പക്കാരൻ സൗഖ്യമായി. പക്ഷെ നാളെ ഞാനിപ്പോൾ സർജറിക്ക് പോകണമല്ലോ. ഇന്ന് രാവിലെ ഞാൻ ബാത്റൂമിൽ പോയപ്പോൾ ഒരുപാട് വേദനയുണ്ടായിരുന്നു, ബ്ലീഡിങ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒരുപാട് വേദന കഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു, ദൈവമേ, ഞാൻ അങ്ങേ വിടുകയില്ല. അങ്ങനെ ഇന്ന് സൗഖ്യമാക്കിയില്ലെങ്കിൽ ഞാൻ നിന്നെ വിടുകയില്ല. എനിക്ക് സർജറി ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് അങ്ങേ മഹത്വീകരിക്കണം, അങ്ങയുടെ സ്വർഗീയമായ സൗഖ്യത്തിലൂടെ. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവമേ എന്നെ സൗഖ്യമാക്കണമേ, ദൈവം എന്നെ സൗഖ്യമാക്കണമേ എന്നൊരു പ്രാർത്ഥന. 1 മണിക്കൂറോളം ഞാൻ പ്രാർത്ഥിച്ചു, എന്നെ സൗഖ്യമാക്കണമേ, നീ എന്നെ സൗഖ്യമാക്കാതെ നിന്നെ ഞാൻ വിടത്തില്ല, എന്നെ സൗഖ്യമാക്കുക പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ സമയങ്ങളിൽ എനിക്ക് മനസ്സിലാക്കാനുള്ള ഒരൊറ്റ കഴിവിത്രയേ ഉള്ളൂ. എല്ലാം കൃപയാണ്. പക്ഷേ അതിനെപ്പറ്റി മനസ്സിലാക്കുന്നത് ഞാൻ 0% മനസ്സിലാക്കിയിരിക്കുന്നത്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ബരാക്ക മിനിസ്ട്രി സഭയിൽ ഓഫീസ് വർക്കിനൊക്കെ കൂടുതൽ ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ 6 തൊട്ട് 3 തൊട്ട് 6 വരെ ഞാൻ പ്രാർത്ഥിക്കും. ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷം 1-2 മണിക്കൂർ ഞാൻ പ്രാർത്ഥിക്കും. സാറ്റർഡേയും സൺഡേയും മിനിസ്ട്രിക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നതിലും കൂടുതലും പ്രാർത്ഥനയായിരിക്കും. ഇത്രയും ഇതെല്ലാം എൻ്റെ മതപരമായ ഉദ്യോഗമായിരുന്നതെല്ലാം. ദൈവത്തോട് എന്നിട്ട് പോയി ചോദിക്കുകയാണ്, ഇതെൻ്റെ എല്ലാ പെർഫോമൻസിനും എനിക്ക് എന്നെ സൗഖ്യം എന്ന കൂലി തരണം. പക്ഷേ എന്നിട്ട് ഞാൻ പറയുകയാണ്, ദൈവമേ, ഒരു വചനം എടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടിരിക്കുന്നത് എനിക്ക് സൗഖ്യം തരണം. ഒന്നും സംഭവിച്ചില്ല. 1 മണിക്കൂറിന് ശേഷം ഞാൻ വളരെ തളർന്നു. ഞാൻ നിങ്ങളെപ്പോലെയല്ല പ്രാർത്ഥിക്കുന്നത്. ഞാൻ എൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തെ ശബ്ദമെടുത്ത് ഉറക്കായി ഞാൻ അലറി പ്രാർത്ഥിക്കും. എന്നെ സൗഖ്യമാക്കിയേ പറ്റത്തുള്ളൂ. യാക്കോബ് യുദ്ധം ചെയ്ത പോലെ ഞാൻ ദൈവമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അവസാനം ഞാൻ ഭയങ്കരമായിട്ട് തളർന്നു. ഞാൻ കടലിൽ കിടന്നുകൊണ്ടിരുന്നു. ആ സമയങ്ങളിൽ ഞാൻ മുട്ടുകുത്തി മാത്രമേ പ്രാർത്ഥിക്കത്തുള്ളൂ. 3 മണിക്കൂർ 5 മണിക്കൂറാണെങ്കിലും ഞാൻ മുട്ടുകുത്തിരുന്നേ പ്രാർത്ഥിക്കുകയുള്ളൂ. പക്ഷേ ഞാൻ വളരെ തളർന്നു. ഞാൻ എൻ്റെ ബെഡ് കിടക്കുകയായിരുന്നു നിശബ്ദമായി. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ ആത്മാവിനോട് സംസാരിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് പറയുകയാണ്, എന്താണോ നീ ആ ആൺകുട്ടിയോട് പറഞ്ഞതെല്ലാം ഓർത്താട്ടെ, ഒന്നുകൂടെ നീ മനനം ചെയ്താട്ടെ, ഓർത്തെടുത്താട്ടെ. യേശു കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് രോഗങ്ങളെല്ലാം എടുത്തു അല്ലേ? ആ സമയത്ത് ആ വെളിപ്പാട് എൻ്റെ ആത്മാവിലേക്ക് വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്കറിയാം യേശു കർത്താവ് എൻ്റെ രോഗങ്ങൾ എടുത്തു കളഞ്ഞു. ഞാൻ ഒരിക്കലും ഉടൻ തന്നെ ദൈവം എനിക്ക് ഒരു വെളിപ്പാട് തന്നു. യേശു കർത്താവിൻ്റെ ഈ രോഗങ്ങൾ എടുത്തുകൊണ്ട് ഈ പൈൽസും 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സൗഖ്യമായിരിക്കുന്നു. ഞാൻ എന്താണ് ഇന്നലെ ചെറുപ്പക്കാരോട് പറഞ്ഞത്, അത് തന്നെയാണ് എനിക്ക് സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ എൻ്റെ മനസ്സിലുള്ള നോളജ് ഇതുമായിട്ട് സഹകരിക്കുന്നില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് എനിക്ക് ഇന്ന് വെളിപ്പാട് തരികയാണ്. അതാണ് നമ്മൾ പറഞ്ഞത് റേമാവചനം. ഞാൻ ശരിക്കും ആ റെവലേഷനെ സ്വീകരിച്ചു. ആ ഒരു സമയത്ത് ശരിക്കും
എന്നിൽ തീയുള്ളതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഞാൻ സൗഖ്യമായി എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഉറക്കെ സംസാരിക്കാൻ തുടങ്ങി. ദൈവമേ നന്ദി, ആമേൻ, സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം, എന്നെ സൗഖ്യമാക്കിയ സ്തോത്രം. ഞാൻ നന്ദി പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ കുറച്ച് സമയത്തിന് ശേഷം ഞാൻ പിന്നെ മനസ്സിലാക്കി, ഞാൻ സൗഖ്യമായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ കിടക്കുന്നത്? ഓക്കെ, പരിശുദ്ധാത്മാവാണ് എന്നോട് സംസാരിക്കുന്നത്. ഓക്കെ, എഴുന്നേൽക്കുക. ഞാൻ നല്ല ഡ്രസ്സ് ധരിച്ചു എൻ്റെ ഓഫീസിലേക്ക് പോയി. ഞാൻ എൻ്റെ ഓഫീസിൽ പോയപ്പോൾ ഓഫീസിലുള്ള ജനങ്ങൾ ചോദിച്ചു, എന്താണ് സാർ, എന്താണ് ലീവ് ക്യാൻസൽ ചെയ്തിട്ട് പറഞ്ഞത്? എന്നെ ദൈവം സൗഖ്യമാക്കിയെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ സർജനെ ഫോണിൽ വിളിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, മാലിനി ഡോക്ടർ, ആ പുള്ളിക്കാരത്തി ഒരു ക്രിസ്ത്യനാണ്, ദൈവം എന്നെ സൗഖ്യമാക്കി, അതുകൊണ്ട് ഞാൻ സർജറിക്ക് നാളെ വരുന്നില്ല, ഞാൻ ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ചന്ദ്രസിംഗ്, ഈ പാസ്റ്റർമാരിലൊന്നും കാര്യങ്ങളൊന്നും വിശ്വസിക്കരുത്, ഇതൊക്കെ ഒരുമാതിരി ഒരു മനക്കോട്ടയാണ്, അതൊക്കെ മനസ്സ് വെച്ചുള്ള കുറച്ച് സ്വപ്നക്കോട്ടകളാണ്. നിങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഒരു 3-4 ദിവസം കഴിയുമ്പോൾ എഫക്റ്റ് അങ്ങ് പൊക്കോളും. ഇതൊക്കെ നിങ്ങളുടെ കുറച്ച് ഭാവനയാണ്, കുറച്ച് നേരത്തേക്ക്. അത് സ്ഥിരമായിട്ട് നിങ്ങൾ ശരിക്കും കാണും, എനിക്കതറിയാം. അത് ഒരു സർജറി ഇല്ലാതെ എടുക്കാൻ കഴിയത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ ഡോക്ടറെ നന്ദി. പക്ഷെ എന്തുകൊണ്ടത് പറയാൻ കഴിയും? എനിക്ക് ആ ഉറപ്പുള്ളത് കൊണ്ട്, ആ വചനത്തിൽ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഉറപ്പുള്ളത് കൊണ്ട്. അതുകൊണ്ട് മാത്രമാണ് ബൈബിൾ പറയുന്നത് വിശ്വാസം. എന്താണ് വിശ്വാസം? വിശ്വാസം എന്ന് പറയുന്നത് ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയങ്ങളുമാകുന്നു. ആ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം നോക്കുക. നമ്മൾ കാണുന്നത് സാധാരണ തലത്തിൽ നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് നമ്മൾ അറിയുന്നത്. പക്ഷേ നമ്മൾ കാണാൻ കഴിയാത്ത തലത്തിൽ, ആത്മീക തലത്തിൽ, ദൈവത്തിൻ്റെ മിറക്കിൾ തലത്തിൽ നമ്മൾ 6 സെൻസ് നമ്മൾ ആത്മീക തലത്തിലുള്ള ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ ഈ വിശ്വാസം അറിയണം. വിശ്വാസം കൊണ്ട് മാത്രമേ നമ്മൾക്ക് ഇതിനെ അറിയാൻ കഴിയുകയുള്ളൂ. എൻ്റെ വിശ്വാസത്തെ ഞാൻ കണ്ടു, ഞാൻ പരിപൂർണ്ണമായിട്ട് സൗഖ്യമായിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും ലക്ഷണങ്ങൾ എൻ്റെ ശരീരത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങോട്ട് പിന്നെ പറയുന്നു, ഞാൻ എൻ്റെ ഭാര്യയോട് സംസാരിക്കുമ്പോൾ, എൻ്റെ കൊളീഗിനോട് സംസാരിക്കുമ്പോൾ ആ ലക്ഷണങ്ങൾ എൻ്റെ ശരീരത്തിൽ അപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ഒരു ഇൻഫർമേഷൻ എൻ്റെ ആത്മാവിൽ ലഭിച്ചു, പരിശുദ്ധാത്മാവിൽ ലഭിച്ചു. ദൈവം എനിക്ക് വിശ്വാസം നൽകിയിട്ടുണ്ട്, എനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ ശക്തിയോടെ പറഞ്ഞു, ഞാൻ സൗഖ്യമായിരിക്കുന്നു. ആ സമയത്ത് പിശാച് എന്നോട് കൂടി യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. അവൻ പിന്നെയും എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു, നിന്റെ ലക്ഷണങ്ങൾ കണ്ടിട്ട് നീ ഒരു നുണയനാണ്. അതുകൊണ്ടാണ് ഞാൻ ഗോമസിനോട് പറഞ്ഞത്, ഇപ്പോൾ പിശാച് പറഞ്ഞു, നീ ഒരു നുണയനാണ്, നിനക്ക് അസുഖമുണ്ട് എന്നിട്ട് പറയുകയാണ് നിനക്ക് സൗഖ്യമായെന്ന്. അത് നുണയല്ലെന്ന് പറഞ്ഞുകൊണ്ട് പിശാച് എന്നെ പരിഹരിച്ചുകൊണ്ടിരുന്നു. കാരണം ആ കൺവിക്ഷൻ എന്നിൽ വന്നു. ദൈവത്തിൻ്റെ വചനം സത്യമാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഞാൻ സൗഖ്യമായിരിക്കപ്പെട്ടിരിക്കുന്നു. ആ ഉറപ്പ് കാരണം, ആ ഒരു വിശ്വാസത്തിൻ്റെ ഉറപ്പിനുള്ളത് കൊണ്ട് ഞാനത് പിന്നെ പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നു, ഞാൻ സൗഖ്യമായി എന്നുള്ളത്. ഞായറാഴ്ച ഞാനും പാസ്റ്ററും പുറത്തു പോയി, ഒരു മീറ്റിങ്ങിനെ കടന്നു പോയി. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, വന്നിട്ട് നിന്റെ ടെസ്റ്റിമണി പറയാൻ പറഞ്ഞു. ഞാനവിടെ ചെന്നു. ഞാൻ എങ്ങനെയാണ് കോളേജ് ഡേയിൽ രക്ഷിക്കപ്പെട്ടത്, എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് എന്നെ നിറഞ്ഞത്, അതിനുശേഷം എൻ്റെ ജീവിതം എങ്ങനെ മാറി മറിഞ്ഞു. അങ്ങനെ എനിക്ക് ഒരുപാട് അത്ഭുതങ്ങൾ ലഭ്യമാകാനിടയായി. നല്ല ജോലി ലഭിക്കാനിടയിൽ ഇൻഷുറൻസ് കമ്പനിയിൽ മാനേജർ, ബ്രാഞ്ച് മാനേജർ എല്ലാം എന്നെ അഭിനന്ദിക്കാൻ തക്കവണ്ണം ഞാൻ നല്ലൊരു ഉദ്യോഗം ചെയ്യുന്ന വ്യക്തിയായിരുന്നു. എൻ്റെ കോളേജ് സമയത്ത് ഞാനങ്ങനെ പരാജയപ്പെട്ട വ്യക്തിയായിരുന്നു. പക്ഷേ ദൈവം എനിക്ക് ജ്ഞാനം തന്നു. പിന്നീട് യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡറായിട്ട് ദൈവം വന്നു. ആദ്യത്തെ ഫസ്റ്റ് ഇയറിൽ ഞാൻ തോറ്റെങ്കിലും പിന്നീട് യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡറായി. ഇതെല്ലാം ഞാൻ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ
ഈ ഒരു കാര്യം വന്നു. എന്തുകൊണ്ട് ഈ പൈൽസിൻ്റെ ടെസ്റ്റിമണി കൂടെ പറഞ്ഞുകൂടാ? പക്ഷേ എൻ്റെ മനസ്സിനകത്ത് ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കണം. ഞാൻ ജനങ്ങളെ ദിശ തെറ്റിക്കുകയാണോ? എനിക്ക് വേണമെങ്കിൽ പറയാം ഞാൻ സൗഖ്യമായി, പക്ഷെ ഇപ്പോഴും ലക്ഷണങ്ങളുണ്ടല്ലോ. ഞാൻ ദൈവത്തെ മഹത്വീകരിക്കുകയാണോ? പക്ഷെ പരിശുദ്ധാത്മ എനിക്ക് ധൈര്യം തന്നു, എനിക്കുള്ള ധൈര്യം തന്നു. എന്നെ ദൈവം സൗഖ്യമാക്കി, പൈൽസിൽ നിന്ന് മാറി എന്ന് ഞാൻ പറയുവാനിടയായി. ഞാൻ പറഞ്ഞു സർജറിക്ക് മുമ്പ് ദൈവത്തിൻ്റെ വചനം വെച്ച് ദൈവം എന്നെ സൗഖ്യമാക്കിയെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് വരുവാനിടയായി. ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എനിക്കും ഇതേപോലെ പ്രശ്നമുണ്ട്, എന്തുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൂടാ? ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഇവിടെയുണ്ട്, അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വന്നു. ആ സമയത്ത് എനിക്കൊരു വലിയ സമാധാനമുണ്ടായിരുന്നു. എനിക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നല്ല ധൈര്യത്തോടു കൂടി ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സമാധാനമായി. ഞാൻ പിറ്റേന്ന് രാവിലെ റെസ്റ്റ് റൂമിൽ പോയപ്പോൾ എൻ്റെ ശരീരത്തിൽ ഒരു ലക്ഷണവുമില്ലായിരുന്നു. ഞാൻ പരിപൂർണ്ണ സൗഖ്യമായി. ഒരു ലക്ഷണം പോലും, ഒരു വേദനയോ ബ്ലീഡിങ്ങോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒന്നും ഉണ്ടായിരുന്നില്ല. നീരോ നീർക്കെട്ടോ ഒന്നുമില്ലായിരുന്നു. എല്ലാം വിട്ടുമാറി. ഞാൻ പറയുന്നത് 1992 ഇന്ന് നമ്മളിപ്പോൾ 2025 33 വർഷം കഴിഞ്ഞു പോയി. അത് പിന്നെ എൻ്റെ ജീവിതം ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയാണ് നമ്മൾ ദൈവം നമ്മളെ സൗഖ്യമാക്കുന്നത്. നോക്കുക, ദൈവം നമ്മൾ മെഡിസിൻ കൊണ്ട് സൗഖ്യമെടുക്കുമ്പോൾ സൈഡ് എഫക്റ്റുകൾ കാണും. പക്ഷേ ദൈവത്തിൻ്റെ വചനമാണെങ്കിലോ സൈഡ് എഫക്റ്റുകളില്ല, സ്ഥിരമായ സൗഖ്യമായിരിക്കും. ദൈവം എന്നെ അവൻ്റെ വചനത്തെ അയച്ച് സൗഖ്യമാക്കി. അവൻ്റെ വചനം ഒരിക്കലും മാറിപ്പോകുകയില്ല, പരാജയപ്പെടുകയില്ല. അത് എൻ്റെ കർത്താവ് കണ്ടു തുറന്ന് ആ സത്യത്തെ മനസ്സിലാക്കുവാൻ, വിശ്വാസത്തെ പറ്റി മനസ്സിലാക്കാൻ സഹായിച്ചു. ആ സമയം മുതൽ എൻ്റെ ഈ ഒരു ഏരിയയിൽ, ഈ വിശ്വാസത്തിനെ പറ്റി പഠിപ്പിക്കുന്ന കാര്യത്തിൽ എൻ്റെ ഫോക്കസ് തിരിയാനിടയായി. അവരെനിക്ക് 4 ബുക്ക് തരുവാനിടയായി. എസെക്കിയാണ് എൻ്റെ പുസ്തകങ്ങൾ. പിന്നീട് എല്ലാ കെന്നത്ത് ഹെഗിൻ അങ്ങനെയുള്ള വിശ്വാസത്തിൻ്റെ പുസ്തകങ്ങളെല്ലാം ഞാൻ വായിക്കാൻ തുടങ്ങി. പിന്നെ തിരുവെഴുത്തുകൾ ഞാൻ തിരയാൻ തുടങ്ങി. ഇതങ്ങനെ തന്നെയാണോ? അങ്ങനെ എൻ്റെ താല്പര്യങ്ങൾ പരിപൂർണമായിട്ട് മാറി മറിഞ്ഞു. അത് ബൈബിൾ വായിക്കുന്നതിൽ മെഡിറ്റേറ്റ് ചെയ്യുന്നതിന് മാത്രമാക്കി എൻ്റെ സമയം മാറ്റി. എനിക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ റൂമിൽ പോകും, ഞാൻ മുട്ടുകുത്തും, ഞാൻ പ്രാർത്ഥിക്കും. അതെൻ്റെ സ്റ്റൈലാണ്. ഞാൻ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടപ്പോൾ പെട്ടെന്ന് എല്ലാം മാറുവാനിടയായി. അതിനു മുമ്പ് എനിക്ക് 5 മിനിറ്റിൽ കൂടുതൽ പ്രാർത്ഥിക്കാൻ കിടക്കില്ലായിരുന്നു. ഞാൻ എപ്പോഴാണ് പരിശുദ്ധാത്മാവിനെ ഞാൻ അന്യഭാഷ നിറയപ്പെടുവാനും അഭിഷേകത്താൽ നിറയപ്പെടാനിടയപ്പോൾ മണിക്കൂറുകൾ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് നിർത്തുവാൻ കഴിയുകയില്ല. നിങ്ങളുടെ വിൽ പവറിനെ പോലും കഴിയുകയില്ല. അതാണ് സംഭവിക്കുന്നത്. പക്ഷേ അങ്ങനെ എൻ്റെ മുഖം, എൻ്റെ ജീവിതത്തിൻ്റെ മുഖം മാറാൻ തുടങ്ങി. ഞാൻ വചനം ധ്യാനിക്കാൻ തുടങ്ങി. കാരണം എൻ്റെ ആത്മാവിനെ വിശ്വാസത്തെപ്പറ്റി പഠിപ്പിക്കേണ്ടത് ആവശ്യമായിരുന്നു. അതുകൊണ്ട് ഇതെൻ്റെ ജോലിയായിരുന്നു, എൻ്റെ ആത്മാവിനെ വിശ്വാസം പഠിപ്പിക്കുക എന്നുള്ളത്. എന്തിനു വേണ്ടിയാണോ ഞാൻ വചനം പഠിക്കുന്നത്, അത് കൂടുതൽ 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 ആ വിശ്വാസത്തെപ്പറ്റി ഞാൻ പഠിക്കാൻ ആഗ്രഹിച്ചു. ഞാൻ കൂടുതൽ ധ്യാനിക്കുമ്പോൾ സംഭവിച്ചു, കൂടുതൽ നമ്മൾക്ക് വെളിപ്പാട് ലഭിക്കും. കൂടുതൽ നിങ്ങൾക്ക് വെളിപ്പാടുകൾ നിങ്ങളുടെ ആത്മാവിൽ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ആത്മാവ് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ റെഡിയായിരിക്കും. അതായിരിക്കും വെളിപ്പാട്. നിങ്ങൾ കൂടുതൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ കൂടുതൽ നിങ്ങളുടെ വിശ്വാസമായി തീരും. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ വിശ്വാസത്തിൻ്റെ ഈ ഒരു ടീച്ചിങ്ങിലേക്ക് വന്നത്. ഞങ്ങളോട് പറയാം, എനിക്ക് മുഴുവൻ ധൈര്യത്തോടു കൂടി പറയാം, ഞാൻ ഒരു അത്ഭുതം മാത്രമല്ല കണ്ടിട്ടുള്ളത്. 100 കണക്കിന് അത്ഭുതങ്ങൾ, എണ്ണുവാൻ കഴിയാത്ത അത്ഭുതങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. വിശ്വാസം നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുമ്പോൾ നമ്മുടെ ജീവിതം അത്ഭുതങ്ങൾ നിറഞ്ഞത് മാത്രമായിരിക്കും. നിങ്ങൾ വിശ്വാസത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ സൂപ്പർ നാച്ചുറൽ മിറക്കിൾ മണ്ഡലത്തിലാണ് ജീവിക്കുന്നത്. വിശ്വാസത്തിന്റെ മണ്ഡലം എന്ന് പറയുന്നത് സൂപ്പർ നാച്ചുറൽ അത്ഭുതങ്ങൾ നിറഞ്ഞ അദൃശ്യമായ ലോകത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്.
നിങ്ങൾ ആ മണ്ഡലത്തിൽ ജീവിക്കുന്നത് വിശ്വാസത്തിൽ മാത്രമായിരിക്കും. അതുകൊണ്ട് നമ്മളെല്ലാ വിശ്വാസികളും നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ദൈവത്തെ വ്യക്തമായി മറ്റുള്ളവരുടെ ശബ്ദം പോലെ കേൾക്കണം, നമ്മൾക്ക് എപ്പോഴും ദർശനം ഉണ്ടായിരിക്കണം. പക്ഷേ അതിനെല്ലാം ഒരു ശതമാനമേ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടാകത്തുള്ളൂ. എപ്പോഴും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു. അത് ഒരു വട്ടം ഞാൻ യേശുവിൻ്റെ ശബ്ദം കേട്ടത് സംശയമില്ല. പക്ഷേ എണ്ണുവാൻ കഴിയാതെ ആയിരക്കണക്കിന് തവണ അകത്തെ മനുഷ്യന്റെ ശബ്ദം, പരിശുദ്ധാത്മാവിന്റെ ശബ്ദം എന്നിൽ കേൾക്കുവാനിടയായി. എല്ലാ ദിവസവും ദൈവം അകത്ത മനുഷ്യന്റെ ആ ശബ്ദത്തിലൂടെയാണ്, ആ വെളിപ്പാടിൽ നിന്നാണ് നമ്മൾ ദൈവം നയിക്കുക. പക്ഷേ മനുഷ്യന്റെ ഒരു ടെൻഡൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് നയിക്കപ്പെടുവാനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കാണണം, എനിക്ക് കേൾക്കണം, എനിക്ക് സ്പർശിക്കണം. പക്ഷേ യേശു കർത്താവ് പറഞ്ഞു, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു. ദൈവം പറഞ്ഞു നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വിശ്വാസത്താൽ ജീവിക്കുന്നു പറഞ്ഞത് കാഴ്ചയല്ല, വിശ്വാസത്താൽ. എങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തോന്നലുകൾ 2 കൊരിന്ത്യർ 5:6-7 ബൈബിളിൽ 4 തരത്തിലുള്ള സ്ഥലത്ത് പറയുന്നു. ഹബക്കൂക്ക് 2:4, റോമർ 1:17, ഗലേഷ്യൻ 3:11, എബ്രായർക്ക് പിന്നെയും ഇത് തന്നെ ഇതൊന്നും നിങ്ങൾ വായിക്കുക. എന്താണത്? നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഈ 4 സ്ഥലങ്ങളിലും അത് പിന്നെയും പിന്നെ കാണാൻ കഴിയും. എന്തൊക്കെയാണോ ഹബക്കൂക്ക് പറഞ്ഞത് അതേ കാര്യം പൗലോസ് റോമറിലും ഗലാത്യരിലും എബ്രായരിലും പറയുകയാണ്. പരിശുദ്ധാത്മാവ് എല്ലാ വചനങ്ങളും അതുപോലെ പറയുകയാണ്. നിങ്ങൾ വിശ്വാസത്തെ പറ്റിയുള്ള പഠനം നിങ്ങൾ നടത്തണം. വിശ്വാസത്തെ പറ്റിയുള്ള പഠനം നമ്മൾക്ക് ആവശ്യമാണ്. എങ്കിൽ മാത്രം നമ്മുടെ വിശ്വാസത്തെ വളർത്തി വലുതാക്കി നല്ല വിജയകരമായി ക്രിസ്തീയ ജീവിതം നയിക്കാൻ കഴിയുള്ളൂ. മറ്റൊരു വാക്കിൽ ഞാൻ പറയുകയാണെങ്കിൽ, വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കഴിയുകയില്ല. വിശ്വാസത്താൽ മാത്രമേ ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കാൻ കഴിയുകയുള്ളൂ. ക്രിസ്തീയ ജീവിതം ക്രിസ്തു മാത്രമാണ് ജീവിക്കാൻ കഴിയുകയുള്ളൂ. നമ്മൾക്ക് ക്രിസ്തീയ ജീവിതം ജീവിക്കാൻ കഴിയുകയില്ല. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നെങ്കിൽ മാത്രമേ, ഉണ്ടെങ്കിൽ മാത്രമേ, അവന് മാത്രമേ ജീവിക്കാൻ കഴിയത്തുള്ളൂ. നിങ്ങൾക്ക് അതിന് മേലൊരു വിശ്വാസമില്ലെങ്കിൽ ക്രിസ്തുവിന് നിങ്ങളോട് ജീവിക്കാൻ കഴിയത്തില്ല. ഞാൻ പറയുന്നത് എന്തെന്നാൽ, ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ തന്നെ നമ്മളിലൂടെ പ്രകടമാക്കുവാനാണ്, അവനെ തന്നെ നമ്മളിലൂടെ പുറപ്പെടുവിക്കുവാനാണ്, അല്ലെങ്കിൽ അവനെ നമ്മളിലൂടെ തന്നെ പ്രകടിപ്പിക്കുവാൻ. അതിനാണ് ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നത്. പക്ഷേ അവൻ ഒരിക്കലും അവനെ തന്നെ നമ്മളിലൂടെ നമ്മൾ അനുവദിക്കാതെ ഒരിക്കലും പ്രകടിപ്പിക്കാൻ കഴിയില്ല. കാരണം അവന് ഈ ഭൂമിയിലുള്ള ഒരു ശരീരം ആവശ്യമാണ്. ആ ശരീരം ആണ് ആത്മനത്താകുന്നത്. ക്രിസ്തു ആത്മാവാണ്, പരിശുദ്ധാത്മാവ് ആത്മാവാണ്, ദൈവമാത്മാവാണ്. പക്ഷേ ഒരു ശരീരം ഇല്ലാതെ എങ്ങനെ പ്രകടിപ്പിക്കപ്പെടും? അവരുടെ ശരീരം ആവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ വന്നു, നമ്മൾ തിരഞ്ഞെടുത്തു. അവൻ ഈ ഭൂമിയുടെ അടിസ്ഥാനത്തിന് മുമ്പേ നമ്മൾ തിരഞ്ഞെടുത്തു. അവൻ നമ്മൾ മുൻ നിയമിച്ചു, നമ്മളെ അവൻ്റെ മക്കളായി നിയമിച്ചു. എന്തിന്? അവനെ തന്നെ ഈ ലോകത്തിന് മുമ്പിൽ നിന്ന് പ്രദർശിപ്പിക്കുവാൻ. ആരും ദൈവത്തെ കണ്ടിട്ടില്ല, ആർക്കും ദൈവത്തെ കാണുവാനും കഴിയുകയില്ല. ക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ. ക്രിസ്തു വന്ന ഒരാൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. പക്ഷെ ഇന്ന് അവൻ നമ്മളെല്ലാവരെയും തിരഞ്ഞെടുത്തിരിക്കുന്നു ദൈവത്തെ നമ്മുടെ ഉള്ളിൽ വെളിപ്പെടുത്തുവാൻ. കാരണം നമ്മൾ അവനുമായിട്ടുള്ള ഒരു ഐക്യത്തിലിരിക്കുമ്പോൾ ദൈവം ഈ ലോകത്തിൽ ജീവിക്കാൻ ആവശ്യമായ അളവില്ലാത്ത ജ്ഞാനവും പരിശുദ്ധതയും എല്ലാം എന്തൊക്കെയാണോ ആവശ്യമുള്ളത് എല്ലാം കർത്താവ് തരും. പക്ഷേ അതെല്ലാം എവിടെയാണ്? നമ്മുടെ ആത്മാവിലാണ്, ആത്മമണ്ഡലത്തിലാണ്, അദൃശ്യമായ ലോകത്തിൽ ദൈവത്തിൻ്റെ മണ്ഡലം. പക്ഷേ നിങ്ങളുടെ ആത്മീയ സെൻസിൽ തന്നെ കാണണം. നിങ്ങൾക്കത് പുറമേയുള്ള 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ കഴിയുകയില്ല. നിങ്ങൾക്കത്
നിങ്ങളുടെ ആത്മാവിൽ വിശ്വാസത്താൽ കാണാൻ കഴിയും. അതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആമേൻ. ആത്മാവിലുള്ള വിശ്വാസം. 2 കൊരിന്ത്യർ 4:13 പറയുന്നു, നമ്മൾക്ക് വിശ്വാസത്തിന്റെ ആത്മാവുണ്ട്, അതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നു. നമ്മൾക്ക് വിശ്വാസത്തിന്റെ ആത്മാവുണ്ട്. യേശുക്രിസ്തുവിനുള്ള അതേ ആത്മാവാണ് നമുക്കുള്ളത്. എന്താണ് പൗലോസിനുള്ളത്? എന്താണ് പത്രോസിനുള്ളത്? യോഹന്നാനുള്ളത്? എല്ലാ അപ്പോസ്തലന്മാർക്കുമുള്ളത് അതാണ് നമുക്കുമുള്ളത്. എല്ലാ ദൈവദാസന്മാർക്കും, എല്ലാ വലിയ ദേവദാസന്മാർക്കുമുള്ള അതേ ആത്മാവാണ് നമുക്കുമുള്ളത്. എന്താത്മാവ്? വിശ്വാസത്തിന്റെ ആത്മാവ്. നമുക്ക് വിശ്വാസത്തിന്റെ ആത്മാവ് ഉള്ളപ്പോൾ നമ്മളത് വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്? ആ ആത്മാവിനെ നമ്മൾ വെളിപ്പെടുത്തിക്കൊണ്ടുവരണം. നമ്മൾ വെളിപ്പാടിലേക്ക് വരണം. എന്ത് തരത്തിലുള്ള പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്? അങ്ങനെയുള്ളവർക്കറിയാം, വചനം ധ്യാനിക്കുന്നതിലൂടെ, വെളിപ്പാടിലൂടെ എനിക്ക് അതേ ആത്മാവാണുള്ളതെന്ന് അറിയാൻ കഴിയും. എന്താണ് യേശുക്രിസ്തുവിനുള്ളത്? അതാണ് പൗലോസ് പറയുന്നത്, നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം. നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നതിന് അധികമായി ദൈവം ചെയ്യും. കാരണം അവൻ വെളിപ്പാടുണ്ട്. ആ വെളിപ്പാടിനാണ് നമ്മൾ പറയുന്നത് ആത്മാവിലുള്ള വിശ്വാസം. വിശ്വാസം എന്ന് പറയുന്നത് വെളിപ്പാടാണ്. നമ്മൾ ജീവിക്കുന്ന ഈ ക്രിസ്തീയ ജീവിതത്തിൽ തോന്നലുകൾ കൊണ്ടല്ല ജീവിക്കുന്നത്, വെളിപ്പാട് കൊണ്ടാണ് ജീവിക്കുന്നത്. വിശ്വാസത്താൽ. നമ്മൾക്ക് എപ്പോഴാണ് റെവലേഷൻ ലഭിക്കുന്നത്? എനിക്ക് ലഭിച്ചപ്പോൾ എനിക്ക് ഈ ശാപത്തെ, ഈ രോഗത്തെ മറികടക്കാൻ കഴിഞ്ഞു. ഈ രോഗത്തിൻ്റെ ശക്തി നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ദൈവവചന പ്രകാരം നിയമപരമല്ലാതാണ് ജീവിക്കുന്നത്. നിയമപരമല്ലാതെ പിശാച് നമ്മുടെ ഉള്ളിൽ കടക്കുവാനിടയായി. അവൻ നമ്മുടെ ജീവിതത്തിൽ അവനത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിന്? പിശാചിന് എന്നിലൂടെ ഈ ലോകത്തിൽ കാണിച്ചു കൊടുക്കുവാൻ അവൻ ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ ഉള്ളിൽ കടക്കുവാൻ നോക്കുന്ന രോഗത്തിലൂടെ. പക്ഷെ ദൈവം എന്താണ് പറയുന്നത്? ദൈവത്തിന് എൻ്റെ ശരീരത്തിലൂടെ അവനെ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് പരിജ്ഞാനമില്ലായകയാൽ, അല്ലെങ്കിൽ അതിനെപ്പറ്റി എനിക്ക് വലുതായിട്ട് ഞാൻ ശ്രദ്ധിക്കാത്തത് കൊണ്ട്, വെളിപ്പാട് അധികമില്ലാത്തത് കൊണ്ട്, എൻ്റെ ആത്മാവിനെ വിശ്വാസത്താൽ ഞാൻ നോക്കാത്തത് കൊണ്ട് ഞാൻ പിശാചിന്റെ രോഗങ്ങൾ എൻ്റെ ശരീരത്തിൽ ഞാൻ വെളിപ്പെടുത്തുകയായിരുന്നു. പക്ഷേ ഈ ശരീരമോ യേശുവിനുള്ളതാണ്. കൊരിന്ത്യർ ചർച്ചിൽ പൗലോസ് പറയുകയാണ്, 1 കൊരിന്ത്യർ 6:15 നമ്മൾ വായിക്കുകയാണെങ്കിൽ, നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു. നമ്മുടെ ശരീരം ക്രിസ്തുവിൻ്റെ അവയവങ്ങളാകുന്നു. നമ്മളുടെ ശരീരം നോക്കുക, നമ്മൾക്ക് വേശ്യയുമായിട്ടൊരു മനുഷ്യൻ ചേർന്നാൽ അവർക്ക് ഒരു ശരീരമാകുന്ന പോലെ നമ്മൾക്ക് രോഗമായിട്ടൊരു ശരീരമാകാൻ കഴിയില്ല. നമ്മൾ ക്രിസ്തു തലയാവിൻ്റെ ശരീരമാണ് നിങ്ങൾ. ഈ ശരീരം അവൻ്റേതാകുന്നു. അതിനകത്ത് പിശാചിന്റെ രോഗത്തിന് കയറിയിരിക്കാൻ കഴിയുകയില്ല. നമുക്കത് സഹിക്കാൻ കഴിയുകയില്ല. പക്ഷെ നിർഭാഗ്യവശാൽ ക്രിസ്ത്യൻ വിശ്വാസികൾ അവർ ഇതിനെ വളരെ ലഘുവായിട്ട് എടുത്തിരിക്കുകയാണ്. അവരതിനെ ബലാത്കാരമായിട്ട് എതിർക്കുന്നില്ല. എതിർത്ത് നിൽക്കുന്നില്ല. പക്ഷേ പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെയും നിങ്ങൾ രോഗത്തെ അനുവദിക്കുകയാണ്. നിങ്ങൾ അങ്ങനെയുള്ളൊരു അവിശ്വാസമുള്ള കോട്ടമുള്ള തലമുറയാണ്. എന്തൊരു വലിയ വാക്കാണ് യേശു ഉപയോഗിക്കുന്നത് നോക്കിയാട്ടെ. നോക്കുക, നമ്മൾ അവനോട് കൂടി ആയിരിക്കുമ്പോൾ അവനൊരു വലിയ വില കൊടുക്കേണ്ടി വന്നു. അവൻ്റെ സ്വന്തം രക്തം, യേശുവിൻ്റെ സ്വന്തം രക്തം, ഏറ്റവും വലിയ വില അവൻ നമ്മൾക്ക് വേണ്ടി ചൊരിഞ്ഞു. നമ്മളെ വീണ്ടെടുക്കുവാൻ വേണ്ടി ചൊരിഞ്ഞു. അവൻ്റെ നമ്മുടെ രോഗത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കുവാൻ, എല്ലാ ശാപങ്ങളിൽ നിന്ന് പാപങ്ങളിൽ നമ്മൾ വിടുവിക്കാൻ വേണ്ടി അവൻ വലിയ വില കൊടുത്തു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങളുടെ ശരീരം നിങ്ങൾക്കുള്ളതല്ല, ഈ ശരീരം ദൈവത്തിനുള്ളതാകുന്നു. അവനെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ഉയർത്തുവാൻ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നിങ്ങളുടെ ആത്മാവിനെ ഉയർത്തുവാനുള്ളതാണ്. ഈ രോഗം പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തും? പക്ഷേ പിശാച് വളരെ ബുദ്ധിയുള്ള ഒരുവനാണ്. അവൻ നമ്മുടെ ശക്തി അറിയാം, അധികാരം അറിയാം. പക്ഷെ അവൻ ഒരുപാട് കള്ളങ്ങളും തന്ത്രങ്ങളുമാണുള്ളത്.
അവൻ അങ്ങനെ ക്രിസ്ത്യൻ പ്രീച്ചേഴ്സിനെ ദുരുപദേശം കൊണ്ട് നിറയ്ക്കാൻ തുടങ്ങി. നോക്കുക, അവൻ പറയുകയാണ്, രോഗം ദൈവം തന്നാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഇല്ല, നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് പിശാചനാണ്. അയ്യോ, ഇത് രോഗം വരെ നല്ലതാണ്. നമ്മൾ യേശുവിൻ്റെ കഷ്ടങ്ങളിൽ നമ്മൾ പങ്കാളികളാവുകയാണ്. ഒരുപാട് അസുഖങ്ങളെക്കാൾ കൂടുതൽ ഒരുപാട് മരണം. നോക്കുക, രോഗങ്ങൾ കൊണ്ട് നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അങ്ങനെയാണോ? അതൊരു വല്ലാത്ത, അത് മണ്ടത്തരമാകുന്നു. ശരിക്കും നമ്മൾ പിശാചിൻ്റെ വാക്കുകളാണ് എടുത്തിരിക്കുന്നത്. ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു, പിശാചിന് മാത്രമാണ് അസുഖം വരുന്നത്. ആദാം പാപം ചെയ്തപ്പോൾ മരണം വന്നു. റോമർ 5:12 എടുക്കുകയാണെങ്കിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഏകന്റെ ലംഘനം കൊണ്ട് പാപം ഈ ലോകത്തിലേക്ക് വന്നു. അതുപോലെ തന്നെ മരണവും വന്നു. എന്താണ് രോഗം? പതുക്കെയുള്ള മരണം. അത് പതുക്കെയുള്ള മരണമാണ്. അതുകൊണ്ട് രോഗം വന്നത് പാപം വന്നതുകൊണ്ട് ആദത്താൽ. അതുപോലെ തന്നെ അങ്ങനെ രോഗം ലോകത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും ഒരൊറ്റ മനുഷ്യന്റെ പാപത്തിൽ പടരുവാനിടയായി. അതുകൊണ്ട് നമ്മൾ വളരെ ശക്തമായി നമ്മൾ കെയർഫുള്ളായിട്ടിരിക്കണം, ശ്രദ്ധയോടുകൂടി ആയിരിക്കണം. ഏതു തരത്തിലുള്ള രോഗവും പിശാചിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, ലൂക്കോസ് 10:11 പറയുന്നത്, രോഗികളെ സൗഖ്യമാക്കുക, സ്വർഗ്ഗത്തെ സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിക്കുക. മറ്റൊരിടത്ത് പറയുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ രോഗമുണ്ടെങ്കിൽ നിങ്ങൾ പറയുകയാണ് പിശാചന്റെ രാജ്യം വന്നിരിക്കുന്നു എന്ന്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും അസുഖത്തെ സഹിക്കരുത്, അസുഖത്തെ വെച്ചുകൊണ്ടിരിക്കരുത്. സാരമില്ലെന്ന് പറഞ്ഞിരിക്കരുത്. അത് നിയമപരമായി വന്നതല്ല, അത് നിയമമല്ലാതെ വന്നതാണ്. നമ്മുടെ ശരീരത്തിൽ ഒരിക്കലും രോഗമിരിക്കരുത്. എൻ്റെ ഭാര്യ ഒരിക്കൽ ക്യാൻസർ ആയിരിക്കുമ്പോൾ 2002 അവൾ അപ്പോളോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഒരു വലിയ ട്യൂമർ വൻകുടം നീക്കം ചെയ്യാനിടയായി. എന്നിട്ട് പറഞ്ഞു, ഈ ചെറിയ കുടലിലും എല്ലുകളിലും എല്ലാം ക്യാൻസർ പടർന്നിട്ടുണ്ട്. അവർ പറഞ്ഞു, കീമോ റേഡിയോതെറാപ്പിയിൽ ഒരു 6 വർഷം ജീവിച്ചിരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്ത് ഞാൻ 10-15 ദിവസം ഞാൻ ആ വചനങ്ങളുമായിട്ടിരിക്കുകയായിരുന്നു. ഞാൻ ആരെയും, മയ്യമ്മ അല്ലെങ്കിൽ ആരെയും, സഹോദരിമാരും ആരും എൻ്റെ കൂടെ താമസിക്കാൻ അനുവദിച്ചിട്ടില്ല. കാരണം എനിക്കറിയാം, ഈ സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് നിൽക്കേണ്ട സമയമാണ്, ഞാൻ എൻ്റെ വിശ്വാസത്തെ വളർത്തേണ്ട സമയമാണ്. അതുകൊണ്ട് ഞാനതങ്ങനെ രാവും പകലും ഹോസ്പിറ്റലിൽ ഇരുന്ന് ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഉറങ്ങുന്ന സമയമേ വളരെ കുറവായിരുന്നു. എൻ്റെ ഡോക്ടർമാർ പറഞ്ഞു, നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കണം, നിങ്ങൾ ആരെങ്കിലും രാത്രിയോ പകലോ ആരെങ്കിലും വെക്കുക എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞില്ല, ഒന്നും എനിക്ക് സംഭവിക്കത്തില്ല. എനിക്കറിയാം, ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും ദൈവം എന്നെ രക്ഷിക്കും. ദൈവം പറയുകയാണ്, ഞാൻ വിശ്വസിച്ചു, എങ്ങനെയും ദൈവത്തിന് രക്ഷിക്കാൻ കഴിയും. അതേ കാര്യം എൻ്റെ ആത്മാവിൽ പിന്നീട് രാത്രി വരാൻ തുടങ്ങി. ഞാൻ തമിഴിൽ ഉറക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, അന്യായം പിടിച്ചവനെ, അതായത് ഇത് ശരിയല്ല, എൻ്റെ വൈഫിന് ക്യാൻസർ വരാൻ കഴിയുകയില്ല എന്ന് ഞാൻ പിന്നെയും ഹോസ്പിറ്റലിൽ ഞാൻ ICU റൂമിൽ ഇങ്ങനെ പ്രഖ്യാപിച്ചിട്ടിരുന്നു. ഞാൻ ഡോക്ടർ പറയുമ്പോൾ, ഇല്ല, ഇത് നിയമപരമല്ല, അന്യായമാണ്, ഇത് ശരിയല്ല എന്ന് ഞാൻ തിരിച്ചു പറഞ്ഞിട്ടിരുന്നു. എന്തുകൊണ്ട്? എനിക്കറിയാം, അവളുടെ ശരീരം വീണ്ടെടുക്കപ്പെട്ടതാണ്, യേശുവിൻ്റെ രക്തത്തിൽ വീണ്ടെടുക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ആ ശരീരത്തിൽ ആ രോഗം എനിക്ക് കഴിയത്തില്ല. ഞാൻ പിശാചിനെ നോക്കി അലറി വിളിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് പിശാചിനോട് ആ ദിവസം വളരെ ദേഷ്യമുണ്ടായി. ഞാൻ ദൈവത്തിൻ്റെ വചനം സംസാരിക്കാൻ തുടങ്ങി. ആ സമയത്ത് രാവിലെ ഞാൻ സങ്കീർത്തനം 1:49 വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ദൈവം നമ്മൾക്ക് നമ്മുടെ വായിൽ അധികാരം നൽകിയിരിക്കുന്നു. എന്തിന്? ന്യായവിധിയെ പ്രഖ്യാപിക്കുവാൻ, ശത്രുവിൻ്റെ മേൽ ന്യായവിധി പ്രഖ്യാപിക്കുവാൻ. ആരാണ് ശത്രു? പിശാച്. അവനാണ് ക്യാൻസർ കൊണ്ടുവന്നത്. ക്യാൻസറിൻ്റെ പിശാച് എനിക്ക് തന്നിട്ട് പറയുകയാണ്, എനിക്കതിന്മേൽ അധികാരമില്ലെന്ന്. എനിക്ക് അധികാരമുണ്ട്, എനിക്ക് എൻ്റെ വായിന്മേൽ വചനമുണ്ട്. ഞാൻ വചനമെടുത്തു. ഞാൻ പറഞ്ഞു, പിശാചേ, നീ എൻ്റെ ഭാര്യയുടെ ആരോഗ്യം എടുത്തോ. ഞാൻ നിനക്കെതിരെ പ്രഖ്യാപിക്കുന്നു, നീ
ആ ആരോഗ്യത്തെ 7 മടങ്ങ് എടുത്ത് തിരിച്ചു തരണം. ഞാൻ അതിനെതിരെ നിൽക്കുന്നു. ഞാൻ അങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ അങ്ങനെ പ്രഖ്യാപിക്കാൻ തുടങ്ങി. ആ എഴുതപ്പെട്ട വചനം സദൃശവാക്യം പറയുന്നു, പിശാച് കള്ളനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവന് 7 മടങ്ങ് തിരിച്ചു കൊടുക്കണം. ഞാൻ ആ ന്യായവിധിയെ പറഞ്ഞുകൊണ്ടിരുന്നു, നീ കള്ളനാണ്, എനിക്ക് 7 മടങ്ങ് തിരിച്ചു തന്നാൽ മതിയാകുകയുള്ളൂ. അതുപോലെ ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളുടെ വായിൽ ഉറക്കെ നിങ്ങൾക്ക് ഉറക്കെയുള്ള ഘോഷങ്ങൾ തരുന്നു. ഞാൻ ഉറക്കെ ചർച്ചിൽ ഉറക്കെ ഞാൻ വർഷിപ്പാൻ തുടങ്ങി. ഒരാളെൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചു, പാസ്റ്ററാണോ? ഞാൻ പറഞ്ഞു അല്ല. എനിക്കറിയാം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കർത്താവിനെ അതോർത്ത് സ്തുതിക്കാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ പിശാചിൻ്റെ മേൽ ജഡ്ജ്മെൻ്റ് ഇട്ടു. സങ്കീർത്തനം 149 പറയുന്ന പോലെ ഉടനെ തന്നെ എൻ്റെ ഭാര്യ ഉടനെ തന്നെ സൗഖ്യമായില്ല. എനിക്കറിയാം എൻ്റെ ആത്മാവിൽ അവൾ സൗഖ്യമായി. പക്ഷേ അവൾക്കതറിയാം, റേമ വേർഡ് അവളുടെ ഉള്ളിൽ വരേണ്ട ആവശ്യമാണ്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു 30 ദിവസമെങ്കിലും വിശ്രമിക്കട്ടെ, അതിനുശേഷം ഓൺകോളജി കൺസൾട്ടേഷന് വേണ്ടി എടുക്കാം, ക്യാൻസർ എന്തായെന്ന് അറിയാന്നുള്ളത്. കാരണം സർജറിയെ പറ്റി എന്ത് പറഞ്ഞറിയാമോ? ഇത് പടർന്ന ക്യാൻസർ ആണെന്ന് പറഞ്ഞവർ പറഞ്ഞു കീമോ റേഡിയോ തെറാപ്പിക്ക് പോകണമെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾക്ക് കീമോ റേഡിയോ തെറാപ്പിക്ക് പോയി. അതെല്ലാം ഓങ്കോളജിസ്റ്റ് പറഞ്ഞനുസരിച്ച് പോയി. അദ്ദേഹം ഒരു സ്കാൻ എടുക്കാമെന്ന് പറഞ്ഞു. 1 മാസം കഴിഞ്ഞ്, അതുകൊണ്ട് ഇത് എത്രയധികം പോയിട്ടുണ്ടെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ചെറിയ കുടലും പുറകിലുള്ള എല്ലുമാണെന്നറിയാം. പക്ഷേ ഇനി മറ്റു സ്ഥലത്തേക്ക് ക്യാൻസർ പടർന്നിട്ടില്ലെന്ന് ഉറപ്പാക്കണതിനായിട്ട് സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, അതിനായിട്ട് കീമോ തെറാപ്പിക്ക് കടന്നുപോയി, റേഡിയോ തെറാപ്പിക്ക് കടന്നുപോയി. ഞങ്ങൾ സ്കാൻ സെൻറ്ററിൽ ചെന്നു, സ്കാൻ എടുത്തു. പക്ഷേ സ്കാനിങ്ങിനുള്ള സമയം വന്നു. ആ സമയത്ത് വന്നിരുന്നപ്പോൾ ആ ടോക്കൺ എടുത്ത സമയത്ത് ആ മിഷൻ നിന്ന് പോകാനിടയായി. അത് ചലിക്കുന്നില്ല. ഓക്കെ, മിഷൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കാണും, നാളെ വരാൻ പറഞ്ഞു. ഞങ്ങൾ വീട്ടിൽ വന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ അവിടെ ചെന്നു. അതേ സമയം എൻ്റെ ഭാര്യ മിഷൻ്റെ അടിയിലേക്കൊരു മിഷൻ നിൽക്കും. എനിക്ക് ഭയങ്കര ഒരുമാതിരി പ്രയാസമായി. ഇത്ര വലിയൊരു ഹോസ്പിറ്റലുകളിൽ ഇത്രയും വലിയ മിഷൻ ഉണ്ടായിട്ടും ഒന്ന് നന്നാക്കാൻ പറ്റിയില്ലേ? അല്ലെങ്കിൽ നല്ല മിഷൻ വാങ്ങി വെച്ച് കൊടുക്കുക. ഇന്നലെ രാത്രിയായിരുന്നു ഭയങ്കരമായിട്ട് പനിയുണ്ടായിരുന്നത്. രാവിലെ ഞങ്ങൾ അതിൻ്റെ ബുദ്ധിമുട്ട് വരികയാനിടയ്ക്ക് എന്നിട്ട് പറയുകയാണ് നാളെയും വരികാൻ. സാർ, ഇതെൻ്റെ പ്രശ്നമല്ല, നീ ഞങ്ങളോട് കൂടെ വന്നാട്ടെ. അദ്ദേഹം ആ കോട്ടിട്ടു. റേഡിയേഷൻ്റെ കോട്ടെല്ലാം വിട്ട് എന്നെ അകത്ത് കൊണ്ടുപോയി. ഞാൻ സ്റ്റൂളിൽ ഇരിക്കുകയായിരുന്നു. മിഷൻ ഉടനെ ചലിക്കാൻ തുടങ്ങി. അദ്ദേഹം പെട്ടെന്ന് നിർത്തി. സാർ നോക്കിയാട്ടെ. ഞാൻ നിർത്തിയോ? അപ്പോഴെനിക്ക് മനസ്സിലായത്, എൻ്റെ ആത്മ മനസ്സിലായത്, ദൈവനോട് സംസാരിക്കുകയാണ്. ആ മിഷൻ നിർത്തിക്കൊണ്ട് ദൈവനോട് സംസാരിക്കുകയാണ്. എന്നോട് അവർ പറഞ്ഞു വീട്ടിൽ പോവുക. ഞാൻ പോയി. ഞങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ കാത്തിരുന്നു. ഞങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ കാത്തിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, അവൻ്റെ ശബ്ദങ്ങൾക്ക് കാത്തിരുന്നു. ഞാൻ സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നു, എന്ത് ചെയ്യും, കീമോ പെട്ടെന്ന് തന്നെ ചെയ്യുക. പക്ഷെ ഞങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ കാത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവം വളരെ വ്യക്തമായി സംസാരിച്ചുകൊണ്ടിരുന്നു. മലാഖി 4-ാം അധ്യായം. ആ വചനം അവളിലേക്ക് പെട്ടെന്ന് ചാടി വരുവാനിടയായി. ദൈവത്തെ ഭയപ്പെടുന്നവർക്കോ നീതി സൂര്യൻ രോഗോപശാന്തിയോടുകൂടി ഉദിക്കും. അതുമാത്രമല്ല, ദുഷ്ടന്മാർ നിങ്ങളുടെ കാലിന് കീഴിൽ വെണ്ണീറായിരിക്കൊണ്ട് നിങ്ങൾ അവരെ ചവിട്ടിക്കളയും. ആ വചനം വന്നതും ആ ഉറപ്പ് വന്നതും ആ ഒരു വലിയ തെളിവ് വന്നപ്പോൾ ഉടൻ തന്നെ എന്നിൽ നിന്ന് വിശ്വാസം കുതിച്ചു വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്താണോ ഡോക്ടർമാർ പറയുന്നത് നടക്കാൻ പോകുന്നില്ല, ആ നെഗറ്റീവ് റിപ്പോർട്ടുകളെല്ലാം ഞാൻ തകർത്ത് കളഞ്ഞു. അതിനുശേഷം എൻ്റെ സ്പിരിച്വൽ ലീഡർ അണ്ണൻ എന്നെ വീട്ടിലേക്ക് വിളിച്ചു.
കീമോതെറാപ്പിക്ക് പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ ഡോക്ടറിനോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് കീമോതെറാപ്പി നിർത്താൻ പോകുകയാണെന്ന് പറഞ്ഞു. 11 തൊട്ട് 1 മണി വരെ രാത്രി കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. ആദ്യം അണ്ണൻ പറഞ്ഞൊരു കാര്യം എന്നോട് പറയുകയാണ്, എന്തുകൊണ്ട് കീമോ റേഡിയോതെറാപ്പി വിശ്വാസത്തിൽ എടുത്തുകൂടാ? ഞാനപ്പോൾ പറഞ്ഞു, അണ്ണ എന്തൊക്കെയാണ് സംഭവിച്ചെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. നിങ്ങളോട് പറഞ്ഞതുപോലെ സ്കാനിങ് മിഷൻ്റെ പ്രശ്നത്തിനെ പറ്റി പറഞ്ഞു, പിന്നെ ദൈവത്തിൻ്റെ സന്നിധി കാത്തിരുന്ന കാര്യം പറഞ്ഞു, എന്നോടും ഭാര്യയോടും പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ അണ്ണനോട് പറഞ്ഞു, ഇപ്പോൾ ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് ഉറപ്പായിട്ടറിയാം അവൾ സൗഖ്യമായി. അവൾ സൗഖ്യമായപ്പോൾ ഇനി അവിടെ എന്തിനാണ് കീമോ റേഡിയോതെറാപ്പിയുടെ ആവശ്യം? എന്തിനാണ്? അണ്ണൻ പറഞ്ഞു, ഞാൻ നിന്നെ പരീക്ഷിച്ചതായിരുന്നു ബ്രദർ. നിങ്ങൾ ഉറപ്പിലാണോ അതോ വിശ്വാസത്തിന്റെ ഒരു ചെറിയ വിശ്വാസത്തിന്റെ പുറത്തിലാണോ? നിങ്ങൾ ഉറപ്പെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം എന്നെ പൈൽസിൽ നിന്ന് എന്നെ സൗഖ്യമാക്കി എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷേ എൻ്റെ മനസ്സെപ്പോഴും പറയും, എൻ്റെ ദൈവം സൗഖ്യമാക്കി എന്ന് പറയും. പക്ഷേ അതിനകത്തൊരു വെളിപ്പാട് അടുത്ത തവണ വരണമെന്നില്ല. എൻ്റെ മകൻ ഇതിനു മുമ്പ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് പ്രയാസങ്ങളിൽ നിന്ന് സൗഖ്യമായതാണ്. ഒരുപാട് സ്പോണ്ടിലോസിസ്, മുട്ട് വേദന, എന്നെല്ലാം വിടുതലായി. എല്ലാം വിശ്വാസത്തിലാണ് സംഭവിച്ചത്. അതുകൊണ്ട് ഈ സമയത്ത് ഞാൻ ഒരിക്കലും, എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ മെഡിസിൻ എടുക്കുന്നില്ല. പക്ഷെ ചില പ്രത്യേക ഭാഗങ്ങൾ അവർ മെഡിസിനെ കഴിക്കില്ല. മെഡിസിൻ എടുത്താൽ നിങ്ങൾ പാപിയാണെന്ന് പറയും. അവർ നിങ്ങൾക്ക് അങ്ങനെ തിരുവത്താഴ് തരികയില്ല. എന്തുകൊണ്ട്? അത് അവരുടെ ഉപദേശമാണ്. ആ ഉപദേശം നിങ്ങളെ സഹായിക്കുകയില്ല. ദൈവം മെഡിസിൻ എടുക്കുന്നതിനെതിരല്ല. നിങ്ങൾ മെഡിസിൻ എടുക്കുന്നില്ല, ഡോക്ടറിന്റെ അടുത്ത് പോകുന്നില്ലെങ്കിൽ അത് വിശ്വാസമല്ല, അത് അവിശ്വാസവുമല്ല, അത് സംശയമല്ല. പക്ഷേ വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുന്നതാണ്. വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തിലും നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ വായിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസം പറയുന്നതാണ്. വിശ്വാസം എന്ന് പറയുന്നത് നിങ്ങളുടെ വായും ഹൃദയവും തമ്മിലുള്ള കണക്ഷനാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ വചനമില്ലാതെ നിങ്ങൾ പറയുകയാണ്, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ മെഡിസിൻ എടുക്കുകയില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ തകരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അണ്ണൻ പിന്നെയും പറയുകയാണ്, ഇപ്പോൾ എനിക്കൊരു കാര്യം പിടികിട്ടി, നിങ്ങൾക്ക് വെളിപ്പാട് നിങ്ങളുടെ ഉള്ളിലുണ്ട്, നിങ്ങളുടെ ആത്മാവിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അസമയത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയും. പക്ഷേ ദൈവമേ, എനിക്ക് വളരെ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. എനിക്ക് റിസ്ക് എടുക്കാൻ ആവശ്യമില്ല. എന്തെങ്കിലും സംഭവിക്കുകയാണ് നാളെയെങ്കിൽ എല്ലാവരും നോക്കുക, ഈ ജനങ്ങൾ മന്ദബുദ്ധികളെ പോലെ നടക്കുന്നു. അവർ ക്യാൻസറിന് പൈസ ചികിത്സിക്കുന്നില്ല. അവസാനം 4 മക്കളുള്ള ഈ അമ്മ യൗവനത്തിൽ മരിച്ചു എന്ന് പറയും. അതുകൊണ്ട് എനിക്ക് നെഗറ്റീവ് റിപ്പോർട്ട് വേണ്ട. അതുകൊണ്ടാണ് എനിക്കിത് ശരിക്കും ഉറപ്പാക്കണം, നല്ലതുപോലെ ഉറപ്പാക്കണം. നിങ്ങൾക്ക് ശരിക്കും വിശ്വാസമാണോ അത് ഉറപ്പാണോ? അത് അതായത് ഉറപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസം, പ്രിസംഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തോന്നൽ അല്ലെങ്കിൽ ഉറപ്പ്, അങ്ങനെയുള്ള ഒരു ഉറപ്പ്. നിങ്ങളുടെ പഴയ അത്ഭുതങ്ങളെ വെച്ച് ദൈവം സൗഖ്യം ചെയ്യും എന്നുള്ള വിശ്വാസത്തിലിരിക്കുക. പക്ഷെ അതെല്ലാം വിശ്വാസം എന്ന് പറയാൻ കഴിയില്ല. അതെ, ദൈവം നമ്മുടെ സൗഖ്യദായകനാണ്. നിങ്ങൾ കാണുകയാണെങ്കിൽ എല്ലാ ക്രിസ്ത്യൻ ബിലീവേഴ്സും പറയും ദൈവം സൗഖ്യദായകനാണെന്ന് പറയുന്നത് കാണാം. എല്ലാ വിശ്വാസികളും എന്തൊക്കെയാണോ വിശ്വാസികൾ സൗഖ്യത്തെപ്പറ്റി കേൾക്കുന്നത്, അവർക്ക് സൗഖ്യമായത്, അവർക്ക് അതിന്മേലൊരു വിശ്വാസമുണ്ട്. പക്ഷേ 99% ഈ ജനങ്ങളും രോഗത്തിലാണായിരിക്കുന്നത്. അവരത് മനസ്സിലാക്കിയാൽ എന്തുകൊണ്ട് വിശ്വാസമില്ല? കാരണം വചനം അവരുടെ ഹൃദയത്തിൽ ആ സൗഖ്യത്തെ പറ്റിയുള്ള ഒരു ഉറച്ച വെളിപ്പാടില്ല. വചനമില്ലെങ്കിൽ വെളിപ്പാടില്ലെങ്കിൽ അങ്ങനെയെങ്കിൽ അതിൽ ഒരു അത്ഭുതം ഉണ്ടാവുകയില്ല.
നിങ്ങൾ എന്തോ ഒന്ന് തോന്നുന്നു. Somebody is a healing God. എല്ലാവരും വിശ്വസിക്കുന്ന ദൈവം സൗഖ്യമാക്കുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മളെല്ലാവരും ആ സൗഖ്യത്തെ എൻജോയ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് രോഗമില്ലാത്ത ജീവിതമില്ലാത്തത്? കാരണം നമുക്ക് അതിന്മേലൊരു വെളിപ്പാടില്ല. അല്ലെങ്കിൽ The word of God ദൈവത്തിന്റെ വചനം abiding in ഒരിക്കലും നിങ്ങളുടെ ആത്മാവിൽ വസിക്കുന്നില്ല. the word of God is abiding in your spirit. Holy Spirit revelation ദൈവവചനം നിങ്ങളുടെ ആത്മാവിൽ വസിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്കൊരു വലിയ ഉറപ്പുണ്ടാകും. നിങ്ങൾക്ക് അതിന്മേലൊരു തെളിവുണ്ടായിരിക്കും. നിങ്ങൾക്കതിന്മേലൊരു നിങ്ങൾക്കതിന്മേലൊരു വെളിപ്പാടിന്റെ വിശ്വാസം ധരിക്കും. എനിക്കറിയാം ആ മുഴുവൻ ലോകം നിങ്ങൾക്ക് തരുന്നാലും എനിക്കറിയാം, പിശാചിനെ പറ്റി എനിക്കറിയാം. എൻ്റെ ഉള്ളിലുള്ള വചനം അതെനിക്ക് ഉറപ്പ് തരുന്നു. എൻ്റെ ഉള്ളിലുള്ള വചനം അത് വെളിപ്പെടുന്ന വചനമാകുന്നു. അത് റേമ വചനമാകുന്നു. അതെനിക്ക് വളരെ ഉറപ്പ് തരുന്നു. എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞു. എനിക്കത് കാണാൻ കഴിഞ്ഞോ, എൻ്റെ അഞ്ചിന്ദ്രങ്ങൾ കൊണ്ട് കാണാൻ കഴിഞ്ഞോ, കേൾക്കാൻ കഴിഞ്ഞോ, അതൊന്നും കാര്യമല്ല. എൻ്റെ ആത്മാവിനാൽ എനിക്കത് കാണാൻ കഴിയും. എന്താണ് ദൈവം എൻ്റെ വാമന വചനത്തിൽ സംസാരിക്കുന്നു എന്നുള്ളത്, അതാണ് വിശ്വാസം. പക്ഷെ പ്രിസംഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, തോന്നലെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഉറപ്പില്ല, അതിനകത്തൊരു ഭയമുണ്ട്, അതിന്മേൽ സംശയമുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ സംശയമുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ ശരിക്കും ജ്ഞാനമില്ലെങ്കിൽ, ദൈവത്തിന്റെ വചനപ്രകാരം എന്ത് സംഭവിക്കും? നിങ്ങൾ ആടിയുലയുന്നവരായിത്തീരും. ഒരു തവണ നിങ്ങൾ ധ്യാനിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങളുടെ വിശ്വാസം വളരെയധികമായിട്ട് നിങ്ങൾ നിറയും, നിങ്ങൾ നൃത്തം ചെയ്യും, സൗഖ്യമാകും. പിന്നെ അടുത്ത തവണ ലക്ഷണങ്ങൾ വളരെ സ്ട്രോങ് ആയിരിക്കുമ്പോൾ, ഡോക്ടറിൻ്റെ റിപ്പോർട്ട് കാണുമ്പോൾ നിങ്ങളുടെ വിശ്വാസം താഴേക്ക് പോകാനിടയാകും. കാരണം നിങ്ങളുടെ തോന്നൽ മുഖാന്തരം നിങ്ങൾ ജീവിച്ചാൽ. അതുകൊണ്ടാണ് പറയുന്നത് ആടിയുലയുന്ന വിശ്വാസം. യാക്കോബ് 1:6-7 പറയുന്നു, സംശയിച്ച് ഉഴലുന്നവൻ സംശയിക്കുന്നവൻ കടൽ തിരക്ക് സമാനൻ. അവൻ ദൈവത്തിന് എന്തെങ്കിലും വരുമെന്ന് പ്രതീക്ഷിക്കരുത്. സംശയിക്കുന്നവൻ കാറ്റടിച്ചാലെന്ന് കടൽ തിരക്ക് സമാനം. നോക്കുക, അതുകൊണ്ട് നമ്മൾ സംശയിക്കുന്നവരായിരിക്കരുത്. അതുകൊണ്ടാണ് അണ്ണൻ അറിയണമായിരുന്നു, എനിക്ക് ശരിക്കും ഉറപ്പുള്ള വിശ്വാസമാണോ അതോ അലയുന്ന വിശ്വാസമാണോ? അതുകൊണ്ട് അണ്ണൻ പറഞ്ഞു, ഒരൊറ്റ കണ്ടീഷൻ ഞാൻ പറയാം, നിങ്ങളോട് ഞാൻ യോജിക്കാം. നിങ്ങളുടെ ഭാര്യ ഇന്ന് മുതൽ എല്ലാ സൗഖ്യത്തിൻ്റെ അത്ഭുതങ്ങളും സുവിശേഷങ്ങളും എടുക്കുക, എന്നിട്ട് അത് മെഡിറ്റേറ്റ് ചെയ്യുക, ധ്യാനിക്കുക. എന്തൊക്കെ അത്ഭുതങ്ങൾ നിങ്ങൾ ആ ബുദ്ധിമുട്ടിൽ കാണുന്നു, അതേ അത്ഭുതം നിങ്ങളുടെ ഭാര്യ നടക്കുന്ന നിങ്ങൾ കാണണം. എന്നിട്ട് നിങ്ങളത് നോട്ട് ബുക്കിൽ എഴുതി വയ്ക്കണം. എന്നിട്ട് എല്ലാ ദിവസവും നിങ്ങൾ എടുക്കണം. ഞാൻ നിങ്ങളെ വന്ന് വിസിറ്റ് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ, നോട്ടിൽ വഴി കടന്നു പോകുന്നുണ്ടോ, നിങ്ങൾ എന്തൊക്കെ മെഡിറ്റേറ്റ് ചെയ്യുന്നതിലൂടെ കടന്നു പോകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ആണോ, ഞാൻ സമ്മതിക്കുന്നു. ആ സമയം മുതൽ ഞാൻ ലീഡർ പറഞ്ഞ ഇൻസ്ട്രക്ഷൻ കടന്നു പോകാനിടയായി. അങ്ങനെ ഹീലിംഗ് സ്ക്രിപ്ചറോടെ ഞങ്ങൾ കടന്നു പോകാനിടയായി. കൂടുതൽ ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ കൂടുതൽ വെളിപ്പാട് ലഭിക്കാനിടയായി. കൂടുതൽ വെളിപ്പാടായപ്പോൾ കൂടുതൽ വിശ്വാസം വരും തുടങ്ങി. കൂടുതൽ വിശ്വാസം വന്നപ്പോൾ ഞങ്ങൾ അലയുന്ന സ്വഭാവം നിർത്തി. ഉറപ്പ് വന്നു. ആ ഒരു വ്യക്തത വന്നു, ആ നിശ്ചയം വന്നു, വിശ്വാസം വന്നു. ആ വിശ്വാസം എല്ലാ ക്യാൻസർ സെല്ലുകളെ ശരീരത്തിൽ ഒഴിപ്പിക്കാൻ മതിയായി. 3 മാസം കൊണ്ട് പരിപൂർണമായിട്ട് എൻ്റെ ഭാര്യ സൗഖ്യമായി. 3 മാസം കൊണ്ട് എൻ്റെ ഭാര്യ സൗഖ്യമായി. എന്തുകൊണ്ടാണ് ഇതെല്ലാം പറയുന്നറിയാമോ? നിങ്ങൾ അറിയണം എന്ത് തരത്തിലുള്ള വിശ്വാസമാണ് നിങ്ങൾക്കുള്ളതെന്നുള്ളത്. വിശ്വാസം എന്ന് പറയുന്നത് വെറും തോന്നലല്ല. വിശ്വാസം എന്ന് പറയുന്നത് പ്രത്യാശയല്ല. വിശ്വാസം എന്ന് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും ചിന്തിക്കുന്നതല്ല. ഇന്ന് സഭ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളെ ചിന്തകൾ മാത്രമാണ്. ഓ ദൈവനെ സൗഖ്യമാക്കിയെങ്കിൽ, ഓ ഞാൻ വിശ്വസിക്കും, ഓ എനിക്ക് ആരോഗ്യമുള്ള ജീവിതം ഉണ്ടായിരുന്നെങ്കിൽ,
എനിക്ക് വലിയ ജയാളിയാൻ കഴിഞ്ഞെങ്കിൽ your wish will not be of any help. ആഗ്രഹം ഒന്നും സഹായിക്കുകയില്ല. നിങ്ങളുടെ വിശ്വാസം മാത്രമേ നിങ്ങളെ സഹായിക്കുകയുള്ളൂ. Only your faith. നിങ്ങളുടെ വിശ്വാസം മാത്രം നിങ്ങളെ സഹായിക്കുകയുള്ളൂ. ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു, The just shall live. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം കൊണ്ട് മാത്രം ജീവിക്കാൻ പോകുന്നത്. You will not live it. നിങ്ങൾ ആഗ്രഹിക്കുന്നത്, What you believe. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിന്മേലാണ് ജീവിക്കേണ്ടത്. ദൈവം യേശു കർത്താവ് പിന്നെ സുവിശേഷത്തിൽ പറയുകയാണ്, Done according to your faith. നിങ്ങളുടെ വിശ്വാസം പറഞ്ഞ് നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പിന്നെയും യേശു പറയുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. God says, ദൈവം പറയുകയാണ്, യേശു കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ things are possible. എല്ലാം നടക്കും. 9:23 says, മർക്കോസ് you can believe all things are 9:2 പറയും, നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സകലവും സാധ്യമാകും. very പക്ഷേ clearly says, ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു, possible. സകലതും God ദൈവത്തിന് സാധ്യമാണ്. are possible to God. ദൈവത്തിന് സകല സാധ്യമാണ്. ഇവിടെ യേശു കർത്താവ് പറയുകയാണ്, Things are possible if you can believe. നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ സകലവും സാധ്യമാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? Get the ability of God. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കഴിവ് Potential ലഭിക്കുകയാണ്. of God. നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് കഴിവ് Get ലഭിക്കുകയാണ്. the ability and potential of God to live like God in this earth. നിങ്ങൾക്ക് ഈ ലോകത്തിൽ ദൈവത്തെ പോലെ ജീവിക്കുവാൻ കഴിയും. എങ്ങനെ? Believe. നിങ്ങൾ When you വിശ്വസിക്കുകയാണെങ്കിൽ, believe, നിങ്ങൾ you can വിശ്വസിക്കുമ്പോൾ live like God. നിങ്ങൾക്ക് ദൈവത്തെ പോലെ ജീവിക്കാൻ കഴിയും. എന്താണ് അതിൻ്റെ അർത്ഥം? God will be നിങ്ങൾ able to അകത്ത് വസിക്കുന്ന ദൈവം അവനെ തന്നെ വെളിപ്പെടുത്തി തരും. അവനെ തന്നെ വെളിപ്പെടുത്തി തരും. glory to himself. അവന് തന്നെ മഹത്വം കൊടുക്കുവാൻ, നിങ്ങളുടെ ശരീരത്തിലൂടെ മഹത്വം കൊടുക്കുവാൻ നിങ്ങളിലൂടെ. That is the ultimate purpose of God. അതാണ് ദൈവത്തിൻ്റെ ഒരു വലിയ ഉദ്ദേശം. കർത്താവ് സകലത്തിലും മഹത്വപ്പെടണം, നമ്മളിലൂടെ മഹത്വപ്പെടണം. അവനതിനൊരു ശരീരം ആവശ്യമാണ്. പക്ഷേ Cannot operate, he cannot express, he cannot manifest himself unless you and I നിങ്ങളും ഞാനും allow him. അവൻ അനുവദിക്കാതെ അവൻ ഒരിക്കലും അത് ചെയ്യാൻ കഴിയുകയില്ല. ഞാൻ പറയുകയാണ്, അതെ, അവൻ സർവാധികാരിയ ദൈവമാകുന്നു. The thing is a sovereign God. ഞാൻ വിചാരിക്കുന്ന സർവാധികാരിയ ദൈവം അവന് ഇഷ്ടമുള്ളത് അവന് ചെയ്യുന്നു. പക്ഷെ എനിക്ക് പറയാം, നമ്മളത് അനുവദിക്കാതെ എനിക്ക് എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ രൂപത്തിൽ സാദൃശ്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. എനിക്കൊരു മനസാക്ഷിയുണ്ട്, എനിക്കൊരു സ്വന്തമായൊരു ഇച്ഛാശക്തിയുണ്ട്. എൻ്റെ സ്വന്തത്തിനെ ഞാൻ തകർക്കാതെ ഒരിക്കലും അവന് അനുവദിക്കാതെ അവന് ചെയ്യാൻ കഴിയില്ല. എനിക്ക് സ്വന്തമായി ഇച്ഛാശക്തിയുണ്ട്. ഞാൻ അവനെ അനുവദിച്ചെങ്കിൽ മാത്രമേ അവന് എന്നിലൂടെ പലതും ചെയ്യാൻ കഴിയുകയുള്ളൂ. ഞാൻ അത് അനുവദിച്ചാൽ മാത്രമേ പിശാചിന് പോലും അവനെ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. അവൻ്റെ വഴി എന്നെ ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. അവൻ്റെ ശരീരത്തെ തൊടുവാൻ കഴിയുകയില്ല. ഞാൻ അനുവദിച്ചാൽ മാത്രമേ പിശാച് എൻ്റെ ശരീരത്തെ തൊടുകയുള്ളൂ. My body, I am a free will man. എനിക്ക് സ്വതന്ത്രമായ ചിന്താശക്തിയുണ്ട്. എനിക്ക് അവനെ എതിർക്കാൻ കഴിയും, എനിക്ക് അവനെ ഓടിക്കാൻ കഴിയും. അതേപോലെ എനിക്ക് അയഞ്ഞു കൊടുക്കാൻ കഴിയും, അല്ലെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ കഴിയും. I can allow and എനിക്ക് whatever I allow, എന്തൊക്കെയാണ് ഞാൻ അനുവദിക്കുന്നത് അത് ഈ ലോകത്തിൽ നടന്നിരിക്കും. whatever I lose, ഞാൻ എന്തൊക്കെ വിട്ട് കളയുന്നോ അതൊക്കെ വിട്ട് കളയപ്പെട്ടിരിക്കും. whatever I forbid, എന്തൊക്കെയാണോ forbidden. വേണ്ടെന്ന് വെച്ചിരിക്കുന്നത് വേണ്ട എന്നുള്ളത് തന്നെയാണ്. There will be no entry only. ഞാൻ നോ എൻട്രി എന്ന് പറയുന്നത് നോ എൻട്രി തന്നെയാണ്. അത് നടക്കില്ല പറഞ്ഞാൽ നടക്കുകയില്ല. എനിക്ക് അധികാരമുണ്ട്. ദൈവം ആ വലിയ അധികാരവും ശക്തി നമ്മളിൽ പകർന്നിരിക്കുന്നു. We allow him നമ്മൾ അവനെ അനുവദിക്കാത്തോളം to do anything. അവനൊന്നും നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുകയില്ല. നിങ്ങളോട് ചോദിക്കുമായിരിക്കും, എങ്ങനെ അനുവദിക്കും? God allow എങ്ങനെ ദൈവത്തെ എൻ്റെ ജീവിതത്തിൽ അനുവദിക്കും? നിങ്ങൾ ദൈവത്തെ ജീവിതത്തിൽ എങ്ങനെ അനുവദിക്കും? faith only. വിശ്വാസത്താൽ. When you believe, നിങ്ങൾ വിശ്വസിക്കുമ്പോൾ allow God. നിങ്ങൾ ദൈവത്തെ നിങ്ങളുടെ ജീവിതത്തിൽ If you don't believe, God cannot do. പ്രവർത്തിക്കാൻ അനുവദിക്കുകയാണ്. നിങ്ങളങ്ങനെ ചെയ്തില്ലെങ്കിൽ ദൈവത്തിനൊന്നും ചെയ്യാൻ കഴിയുകയില്ല. In Galatians, പൗലോസ് ഗലാത്യർ 3:5 പറയുന്നു, God has supplied us Holy Spirit ദൈവം പരിശുദ്ധാത്മാവിനെ, through us. അത്ഭുതങ്ങൾ ചെയ്യുന്ന പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നു. എങ്ങനെയാണ് അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നത്? Hearing, ദൈവത്തിൻ്റെ വചനം കേട്ടുന്നതിലൂടെ hearing faith. വിശ്വാസത്താൽ നമ്മൾ പറഞ്ഞു കേട്ട്. എന്താണത്? Faith that's hearing faith. വിശ്വാസത്തിന് Why? കേൾവിയുണ്ട്. Only you have faith, the Holy Spirit നിങ്ങളുടെ can do. വിശ്വാസത്താൽ പരിശുദ്ധാത്മാവിന് അപ്പോൾ അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും. Without faith, the Holy Spirit വിശ്വാസമില്ലാതെ പരിശുദ്ധാത്മാവൊന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്താണ് അതിൻ്റെ അർത്ഥം? you allow the Holy Spirit God പരിശുദ്ധാത്മാവെന്ന ദൈവത്തെ നിങ്ങൾ അനുവദിക്കുക. in your life. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ അനുവദിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ Believing on him. എങ്ങനെ? നിങ്ങളുടെ വിശ്വാസത്താൽ. Believe, നിങ്ങളങ്ങനെ വിശ്വസിച്ചില്ലെങ്കിൽ not do
അവനൊന്നും ചെയ്യാൻ കഴിയുകയില്ല. Whatever you believe, എന്തൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുവോ he will do it. അവൻ നിങ്ങളോട് ചെയ്യും. Believing, I am always says, ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യം, not without action. അത് പ്രവൃത്തി കൊണ്ടുവന്നില്ലെങ്കിൽ വിശ്വാസമല്ല. We see so many people ഇപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ കാണുന്നു. കുറേ ജനങ്ങൾ believe, they will not. വിശ്വസിക്കുന്നു പറയവർ വിശ്വസിക്കുന്നില്ല. Spirit was acting me when I was പരിശുദ്ധാത്മാവിന്റെ മേൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുമ്പോഴേക്ക് പൈസയുള്ളപ്പോൾ അവൻ സൗഖ്യമാക്കിയാണെങ്കിൽ corresponding faith action we have to take. ശരീരത്തിൽ മേൽ സൗഖ്യം വന്നില്ല, പക്ഷെ നീ ഇങ്ങനെ പറയാൻ പറ്റും പരിശുദ്ധാത്മ സൗഖ്യമാക്കി നടത്തുക. നോക്കുക, നമ്മൾ ആ വിശ്വാസത്തെ പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രമേ പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. അതെ, ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ട്. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ചലിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. അവൻ എപ്പോഴും നടക്കുന്നു, അവൻ പ്രവർത്തിക്കുന്നു, അവൻ അത്ഭുതങ്ങൾ ചിന്തയുമാക്കുന്നു, നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. നമ്മുടെ ഉള്ളിൽ വലിയൊരു ശക്തിയുണ്ട്. Miracle power, അതേ അത്ഭുത ശക്തി ക്രിസ്തുവിലുണ്ടായിരുന്ന അതേ അത്ഭുത ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. whether we see it or not, നമ്മളത് കണ്ടോ ഇല്ലയോ, ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ ഇത് വചനമെന്ന വാളാകുന്നു. feel it. അത് വെറും തോന്നലല്ല, പക്ഷേ We expect you to see it in the നമ്മൾ ആ തോന്നല് മാത്രം ആശ്രയിച്ചതുകൊണ്ട് the healing power in us. നമ്മളിൽ നിന്ന് ആ ഹീലിംഗ് പവർ Be able to heal our body. നമ്മുടെ ശരീരത്തെ സൗഖ്യമാക്കുവാൻ 11 says, റോമർ 8:11 പറയുന്നു, which is resurrected ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ അതേ ആത്മാവ് നമ്മുടെ ഇവിടെ വസിക്കുന്നു. to quicken our അമ്മ നമ്മുടെ മർത്ത ശരീരങ്ങൾ ജീവിപ്പിക്കാൻ മതിയാകുന്നതാകുന്നു. നമ്മുടെ ശരീരം prone. രോഗമെടുത്ത് വരാത്ത, മരണമെടുത്ത് വരാത്ത, പാപമെടുത്ത് വരാത്ത, തകർച്ച വരാത്ത ജയമുള്ള ശരീരമാകുന്നു. വളരെ ആരോഗ്യമുള്ള പരിശുദ്ധതയുള്ള ശരീരമാകുന്നു. നമ്മുടെ ഉള്ളിലുള്ള അതേ പരിശുദ്ധാത്മാവ്, അതേ ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ See it or not, നമ്മളത് കാണുന്നോ ഇല്ലയോ, പക്ഷെ അദൃശ്യമായ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. കാരണം ദൈവം അങ്ങനെ പറഞ്ഞു. കാരണം ദൈവം പറഞ്ഞത് കൊണ്ട് അത് വളരെ വ്യക്തമാണ്. the power is always ആ ശക്തി എപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. എപ്പോഴും നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കാൻ കഴിയും. പക്ഷേ നിങ്ങൾ വിശ്വസിക്കുന്ന സെക്കൻഡിൽ, അടുത്ത സെക്കൻഡ് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ, നിങ്ങൾ ആ ഒരു സമയത്ത് വിശ്വസിക്കുമ്പോൾ ആ ശക്തി നിങ്ങളിൽ നിന്ന് പുറപ്പെടും. നിങ്ങൾ ആ ശക്തി നിങ്ങളിൽ നിന്ന് പുറപ്പെടും. ആ നിമിഷത്തിൽ ആ ശക്തി പുറപ്പെടുമ്പോൾ അത് നിങ്ങളുടെ ശരീരത്തിൽ രോഗത്തിലിരിക്കാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ ശക്തി നിങ്ങളിൽ നിന്ന് ഒഴുകുമ്പോൾ രോഗത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ ഇരിക്കാൻ കഴിയുകയില്ല. പൗലോസ് പറയുന്നു, റോമർ 1:16 വചനം, അവൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഞാൻ സുവിശേഷത്തെ പറ്റി ലജ്ജിക്കുന്നില്ല. എന്താണ് അവൻ പറയുന്നത്? സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. എന്തുകൊണ്ട്? ആരായാലും, ആര് വിശ്വസിച്ചാലും, ആര് സുവിശേഷത്തെ വിശ്വസിച്ചാലും അത് ദൈവത്തിന്റെ ശക്തിയാകുന്നു. അത് ദൈവത്തിന്റെ ശക്തിയാകുന്നു. ആ ശക്തിയാണ് നമ്മളിൽ ഒഴുകുന്നത്. നിങ്ങൾ ആ ഒരു മിനിറ്റിൽ വിശ്വസിക്കുമ്പോൾ ആ ശക്തി നിങ്ങളിൽ നിന്ന് ഒഴുകുന്നു. സഹോദരിമാരെ, ആ ശക്തി എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട്. പരിശുദ്ധാത്മാവിന്റെ ശക്തി എപ്പോഴും നിങ്ങളിൽ വസിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി എപ്പോഴും നിങ്ങളിൽ ഉണ്ട്. അത് എപ്പോഴും ലഭിക്കുന്നതാണ്, ലഭ്യമാണ്. ഹല്ലേലൂയ. അവൻ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ തന്നെയാണ്. ഒരത്ഭുതങ്ങളുള്ള സൂപ്പർ നാച്ചുറൽ ലൈഫ് നിങ്ങൾക്ക് തരാൻ തന്നെയാണ് പരിശുദ്ധാത്മാവ് തന്നത്. ആ ശക്തി എപ്പോഴും നിങ്ങൾക്ക് ലഭ്യമാണ്, നിങ്ങളത് വിശ്വസിക്കുകയാണെങ്കിൽ. അതുകൊണ്ടാണ് പൗലോസ് റോമർ 1:16 പറയുന്നത്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അത് ദൈവശക്തിയാകുന്നു. നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ ശക്തി അവിടെ റിലീസ് ചെയ്യുകയില്ല. എന്തുകൊണ്ട്? കാരണം നിങ്ങൾ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല. ആ മിനിറ്റിൽ നിങ്ങൾ വിശ്വസിക്കുകയാണെന്ന് വെച്ചോ, നിങ്ങൾ ആത്മാവിൽ നയിക്കപ്പെടും, നിങ്ങൾ ജീവിക്കും. നിങ്ങൾ അവൻ അനുവദിക്കുകയാണെങ്കിൽ അതെ, അവൻ നിങ്ങളിൽ മേൽ ജീവിക്കും. അവൻ ചിലത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും, നിങ്ങളിലൂടെ തന്നെ ചെയ്യും. ക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്തുവാൻ, മഹത്വീകരിക്കുവാൻ. പക്ഷേ നമ്മൾക്കൊരു ജോലി ചെയ്യാനുണ്ട്. എന്താണത്? വിശ്വാസം, വിശ്വാസം, വിശ്വാസം. വിശ്വസിക്കുക, വിശ്വസിക്കുക, വിശ്വസിക്കുക മാത്രം ചെയ്യുക. വിശ്വസിക്കുക മാത്രം ചെയ്യുക. വിശ്വസിക്കുക മാത്രം ചെയ്യുന്നതുകൊണ്ട് ദൈവത്തിന്റെ ശക്തിയെ ഉത്തേജിപ്പിക്കും. ആ ശക്തി എപ്പോഴും ലഭ്യമാണ്. 24 മണിക്കൂറും 7 ദിവസമുണ്ട്. നിങ്ങൾ ബൈബിൾ വായിക്കുകയാണ്. ലൂക്കോസ് 5 ഞാൻ കരുതുന്നു, വളരെ വ്യക്തമായിട്ട് പറയുന്നു.
4 കൂട്ടുകാർ ഒരു തളർവാദ രോഗിയെ കൊണ്ടുവരികയാണ്. യേശു കർത്താവിൻ്റെ മുമ്പിൽ മേൽപ്പുര പൊളിച്ച് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. നിങ്ങൾ ആ അധ്യായം വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. 2 words before that, all the leaders were present. Just take the word and read it. I don't want to go up on it. ലൂക്കോസ് 5 Now it happened on a certain day. അതിൻ്റെ 5-ന്റെ That there were Pharisees and teachers 17 മുതലുള്ള വചനങ്ങൾ. അവനൊരു ദിവസം ഉപദേശിക്കുമ്പോൾ ഗലീലയിലും യഹൂദിലുമുള്ള സകല ഗ്രാമത്തിൽ നിന്ന് യെരൂശലേമിൽ നിന്ന് വന്ന പരീശന്മാരും ന്യായശാസ്ത്രന്മാരും അവിടെ ഇരുന്നിരുന്നു. സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു. the power is always കർത്താവിന്റെ ശക്തി അവനോട് കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഈ അധ്യായം വായിക്കുമ്പോൾ ഒരൊറ്റ മനുഷ്യനെയാണ് നമ്മൾ കാണുന്നത്. നമുക്ക് പക്ഷപാതം പിടിച്ചൊരു മനുഷ്യൻ, അവൻ മാത്രം, friends have the faith. അവൻ സൗഖ്യമായി. Jesus saw their faith. നോക്കുക, ആ കൂട്ടുകാർ അവനെ എടുത്തു കൊണ്ടുവന്നു. Saw their faith. അപ്പോൾ യേശു അവന്റെ വിശ്വാസം കണ്ടിട്ട് 20 മനുഷ്യ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. The power which was always present. ആ വിശ്വാസം കാണുമ്പോൾ പെട്ടെന്ന് തന്നെ ദൈവശക്തി എഴുന്നേൽക്കും. Paralytic man, no one will see. ആരുമല്ല, ആ തളർവാദ രോഗിക്ക് മാത്രം സൗഖ്യമായി. എങ്ങനെയാണ് അപ്പോൾ ശക്തി എഴുന്നേൽപ്പിക്കുന്നത്? വിശ്വാസത്താൽ. The minute the power of God is released, ദൈവശക്തി നിങ്ങൾ എഴുന്നേൽക്കുന്നത് ആ വിശ്വാസം കാണുമ്പോഴാണ്. അപ്പോൾ തന്നെ ആ രോഗം സൗഖ്യമാകും. in your body, അത് നിങ്ങളുടെ ശരീരത്തിൽ ഇരിക്കുവാൻ അല്ലെങ്കിൽ ആരുടെങ്കിലും ശരീരത്തിൽ ഇരിക്കുവാൻ കഴിയുകയല്ല. ദൈവത്തിന്റെ ശക്തി നിങ്ങളിൽ നിന്ന് റിലീസാകും. how the power of എങ്ങനെയാണ് ആ ദൈവശക്തി റിലീസാകുന്നത്? only. വിശ്വാസത്താൽ. Come with me to എൻ്റെ കൂടെ വന്നട്ടെ. chapter 5. മാർക്കോസ് 5-ാം അധ്യായത്തിലേക്ക് വന്നട്ടെ. We see a woman with issue of blood. അവിടെ രക്തസ്രാവക്കാരിയ സ്ത്രീയെ നമുക്ക് കാണാം. See verse 25. A woman had a flow of blood for അതിൽ 25-ാമത്തെ വചനത്തിൽ പറയുന്നു, she had suffered രക്തസ്രാവക്കാരി ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. 5-ന്റെ 26. 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ളവളായി പല വൈദ്യന്മാരിലും ഏറിയൊന്ന് സഹിച്ചിട്ട് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ട് മുട്ടും ഭേദം വരാതെ ഏറ്റവും പരവശമായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു. അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവന്റെ വസ്ത്രം തൊട്ട്. crowd, the woman with the issue of blood touched his garment. Because she was confessing, if only I may touch his clothes, I shall be made well. അവന്റെ വസ്ത്രമെങ്കിലും ഒന്ന് തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും. Immediately, the fountain of her blood was dried up. She felt in her body. ക്ഷണത്തിലുള്ള രക്തസ്രവം നിന്നു. ബാധ മാറി തൻ സ്വസ്ഥതയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. Jesus, യേശു കർത്താവ് ഉടൻ തന്നെ അവനെ അറിഞ്ഞു. അവനെ തന്നെ അറിഞ്ഞു. ഓക്കെ, ആ ശക്തി തന്നിൽ നിന്ന് പുറപ്പെട്ടു. അവൻ ചുറ്റുപാട് തിരഞ്ഞെടുത്ത് നോക്കി, ആരാണ് എന്നെ തൊട്ടത്? but his disciples said to him, ഉടനെ ശിഷ്യന്മാരോട് പറഞ്ഞു, പുരുഷരെ നിന്നെ തിരക്കുന്നത് കണ്ടിട്ടും എന്നെ തൊട്ടതാർ എന്ന് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. നോക്കുക, ചുറ്റിനും കുറെ പേർ തിക്കി ചുറ്റിനും നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ ഒരാൾ മാത്രം സൗഖ്യമായി. സൗഖ്യമായി. Jesus was telling the words. ആ യേശു കർത്താവ് ആ രഹസ്യം പറയുകയാണ്. 34. Jesus said to her, daughter, കർത്താവിനോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. made you well, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. and be healed of your affliction. What he said? Your faith has എന്താണ്? allowed me നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. my power. നോക്കുക, നിന്റെ വിശ്വാസമാണ് എന്റെ ശക്തിയെ പുറപ്പെടുവിച്ചത്. പറയട്ടെ, സൗഖ്യത്തിന്റെ ശക്തി എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. സൗഖ്യത്തിന്റെ ശക്തി എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. അവൻ പറയുകയാണ്, പക്ഷേ നിങ്ങളുടെ നിങ്ങളുടെ വിശ്വാസമാണ് ശക്തി എഴുന്നേൽപ്പിക്കുന്നത്. Has allowed me. ആ ശക്തി മാത്രമാണ് അസൗഖ്യമാക്കുവാൻ എൻ്റെ ശക്തിയാൽ സഹായിക്കുന്നത്. I am the Jehovah. ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഞാൻ യഹോവ റാഫയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ റാഫയാണ്. അവൻ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. പക്ഷേ Power is always. അവന്റെ ശക്തി എപ്പോഴും സൗഖ്യമാക്കുവാൻ വേണ്ടി ലഭ്യമാണ്. എല്ലാ അസുഖത്തെ സൗഖ്യമാക്കുവാൻ, ഒരു അസുഖം മാത്രമല്ല, എല്ലാ അസുഖത്തെയും. മത്തായി 4:23, മത്തായി 4:28 നിങ്ങൾ വായിക്കുകയാണെങ്കിൽ യേശു കർത്താവ് Every city, എല്ലാ പട്ടണങ്ങളിലും പോയി, Judea and Galilee, യഹൂദയിലും ഗലീലയിലും പോയി ദൈവരാജ്യത്തെ പറ്റി സുവിശേഷിക്കുകയും and teaching, അവരെ ദൈവരാജ്യത്തെ പറ്റി പഠിപ്പിക്കുകയും healing. സകലവിധ ദീനക്കാരെ സൗഖ്യമാക്കുകയും ചെയ്തു. എല്ലാ അസുഖത്തെ സൗഖ്യമാക്കി. ഒന്നല്ല, Healing
power can heal any sickness. അതെ, സൗഖ്യത്തിൻ്റെ ശക്തിക്ക് എല്ലാ രോഗങ്ങളും സൗഖ്യമാക്കാൻ പറ്റും. ചിലപ്പോൾ ക്യാൻസർ ആയിരിക്കാം, ചിലപ്പോൾ ഹൃദയത്തിൻ്റെ അസുഖമായിരിക്കും, ചിലപ്പോൾ കിഡ്നി ഫെയിലിയർ ആയിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും പുതിയ പുതിയ അസുഖമായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, എല്ലാ ദിവസവും വരുന്ന അസുഖമായിക്കോട്ടെ. ജനങ്ങളും ഡോക്ടർമാർ കുഴഞ്ഞിരിക്കുന്നു. പക്ഷെ നിങ്ങൾക്കൊരു നല്ലൊരു സുവാർത്ത ഞാൻ പറയട്ടെ, നമ്മൾക്കൊരു മരുന്നുണ്ട്. നമ്മുടെ കാര്യങ്ങളിൽ ഒരു ഡോക്ടറുണ്ട്, മരുന്നുണ്ട്. സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നൊരു വൈദ്യുതി നമ്മുടെ ഉള്ളിലുണ്ട്. അവന് സകല രോഗങ്ങൾ സൗഖ്യമാക്കാൻ കഴിയും. ആ ദൈവത്തിന്റെ വചനമാകുന്ന മെഡിസിൻ, ദൈവത്തിന്റെ വചനമാകുന്ന മരുന്ന്. സദൃശവാക്യം 24:22 പറയുന്നു, നിങ്ങൾക്കൊരു സുവാർത്തയുണ്ട്. ദൈവത്തിന്റെ വചനത്തിന് സകല സൗഖ്യമാക്കുവാൻ കഴിയും. അത് നമ്മൾക്ക് ശരീരത്തിന് ഔഷധമാക്കുന്നു. നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത്? വിശ്വാസം, വചനത്തിലുള്ള വിശ്വാസം മാത്രം. ആ ശക്തി എപ്പോഴും ഈ ലോകത്തിലുണ്ട്. ആ സൗഖ്യത്തിന്റെ ശക്തി എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ആരൊക്കെയാണത് കണ്ടുപിടിക്കുന്നത്, ആർക്കാണോ ഇതിനെപ്പറ്റി വെളിപ്പാടുള്ളത്, ആർക്കാണോ ഇത് ശരിക്കും അറിയുന്നത്, അവരുടെ ശരീരത്തെയും മനസ്സിനെയും സൗഖ്യമാക്കുന്നു. അതെപ്പോഴും ലഭ്യമാണ്. അതിന് സൗഖ്യമാകാതിരിക്കാൻ ഒരു കാരണമില്ല. എന്തിന് നമ്മൾ രോഗത്തിൽ ജീവിക്കണം? അതിനൊരു കാരണമില്ല. നമ്മൾ വിളിക്കപ്പെട്ടത് ക്രിസ്തുവിലാണ്. നമ്മൾ അവന്റെ രൂപത്തിൽ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അവൻ എങ്ങനെ ആയിരിക്കുന്നു അതുപോലെ തന്നെ നമ്മളായിരിക്കുന്നു. അവനെന്ത് ശക്തിയുണ്ടോ അതേ ശക്തി നമ്മൾക്കുമുണ്ട്. നമ്മളിവിടെ ആയിരിക്കുന്നത് ഈ ലോകത്തിൽ ജീവിക്കുവാനല്ല, നമ്മളിവിടായിരിക്കുന്നത് ക്രിസ്തുവിനെ നമ്മളിവിടെ വെളിപ്പെടുത്തുവാനാണ്. അതെ, രോഗത്തിൽ നിന്ന് വിടുവിക്കുവാനാണ്. രോഗമില്ലാത്ത ജീവിതത്തിൽ ജീവിക്കുവാൻ വേണ്ടിയാണ്, ക്രിസ്തുവിനെ ജീവിച്ച് കാണിക്കാൻ വേണ്ടിയാണ്. ആ റലത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. ക്രിസ്തുവിന് രോഗമുണ്ടായിരുന്നോ? കർത്താവിനുണ്ടായിരുന്നോ? ഇല്ല. എങ്ങനെയാണ് സാധ്യമാക്കുന്നത്? വിശ്വാസത്താൽ. അത് മനുഷ്യനെ സാധ്യമല്ല. ഒരു ഒട്ടകത്തിന് സൂചിക്കുഴലിലൂടെ വേണമെങ്കിൽ കടന്നു പോകാൻ പറ്റും. പക്ഷേ ഞാനും നിങ്ങളും ഈ വീണുപോയ ലോകത്തിൽ ജീവിക്കുമ്പോൾ രോഗമില്ലാതെ ജീവിക്കാൻ കഴിയുമോ? നോക്കുക, അടുത്ത വചനം പറയുന്നത്, ദൈവത്തിന് സകലവും സാധ്യം. വിശ്വസിക്കുന്നതിന് സകലവും സാധ്യം. നോക്കുക, നമ്മുടെ ഉള്ളിൽ വലിയവനായ യേശു കർത്താവ് ജീവിക്കുമ്പോൾ സകലവും നമുക്ക് സാധ്യമാക്കുന്നു. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് രോഗത്തിൽ ജീവിക്കാൻ കഴിയുക? എന്തുകൊണ്ട് നിങ്ങൾക്ക് രോഗമില്ലാതെ ജീവിക്കാൻ കഴിയാതിരിക്കുന്നത്? ഒറ്റ കാര്യമേ ഉള്ളൂ. എങ്ങനെയാണ്? വിശ്വസിക്കുന്നവന് സകലവും സാധ്യം. അതെ, രോഗമില്ലാതെ ജീവിക്കുവാൻ കഴിയും. എനിക്ക് എല്ലാ രോഗങ്ങളും സൗഖ്യമാക്കുവാൻ കഴിയും. പക്ഷേ ഞാൻ വിശ്വസിക്കുമ്പോൾ മാത്രമാണ്, ഞാൻ പരിശുദ്ധാത്മാവിനെ എന്നിൽ അനുവദിക്കുമ്പോൾ മാത്രമാണ്, സകലം സാധ്യമെന്ന് ഞാൻ അനുവദിക്കുമ്പോൾ മാത്രമാണ് എന്നിലൂടെ അത്ഭുതം ഒഴുകുകയുള്ളൂ. അത് നമ്മളുടെ ജോലിയാണ്. നമ്മളത് അനുവദിച്ചില്ലെങ്കിൽ നമ്മൾ നിശബ്ദമായിരിക്കുന്ന വിശ്വാസിയെ തീരും. നമ്മളിലൂടെ ജീവിക്കുവാൻ അവൻ കടന്നു വന്നു. പക്ഷേ നമ്മൾ നിശബ്ദമായിരിക്കുന്ന വ്യക്തിയെ തീർന്ന് നമ്മളത് വിശ്വസിക്കുന്നില്ലെങ്കിൽ, നമ്മൾ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ അവനെ നിങ്ങളുടെ ജീവിതത്തിൽ ജീവിക്കാൻ അനുവദിക്കുകയാണ്. നിങ്ങളിലൂടെ വെളിപ്പെടുവാൻ അനുവദിക്കുകയാണ്. നിങ്ങൾ ക്രിസ്തുവിനെ നിങ്ങളുടെ പ്രകടിപ്പിക്കാൻ നിങ്ങൾ അനുവദിക്കുകയാണ്. അവന് നിങ്ങളിലൂടെ തന്നെ പ്രകടമാകുവാൻ ആഗ്രഹിക്കുന്നു. അതിനാണ് അവൻ ക്രൂശിങ്കിൽ പോയത്. നിങ്ങളുടെ ക്ഷമയ്ക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങളെ നീതീകരിക്കുവാൻ. അതുകൊണ്ട് നിങ്ങളിൽ വന്ന് ഇരിക്കുവാൻ കഴിയും, ജീവിക്കാൻ കഴിയും, ഈ ലോകത്തിലേക്ക് പ്രകടിപ്പിക്കാൻ കഴിയും. എന്താണ് ദൈവരാജ്യം? അവന് നിങ്ങളിലൂടെ പ്രകടിപ്പിക്കപ്പെടണം, നിങ്ങളിലൂടെ വെളിപ്പെടണം. നിങ്ങളുടെ മാത്രം അവൻ ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുൻപേ നിങ്ങൾ അതിനാണ് തിരഞ്ഞെടുത്തത്. വേറെ ഒരു പദ്ധതിയുമില്ല. ദൈവത്തിന് വേറെ അധികം ഒരു പദ്ധതിയുമില്ല. ക്രിസ്തുവല്ലാതെ വേറൊരു പദ്ധതിയുമില്ല. നമ്മുടെ എല്ലാ രക്ഷിപ്പിന്റെ പദ്ധതിയും പ്ലാനും ക്രിസ്തു മാത്രമാകുന്നു. ക്രിസ്തുവില്ലാതെ അവിടെ ഒരു പദ്ധതിയോ ഒരു ഉദ്ദേശവുമില്ല. എല്ലാ ദൈവത്തിന്റെ പദ്ധതിയും ഉദ്ദേശവും ക്രിസ്തുവിൽ കൂടെ മാത്രമാണുള്ളത്. കാരണം നമ്മൾ ക്രിസ്തുവിലാണ്.
കാരണം ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നു. God wants to express ദൈവത്തിന് അവൻ്റെ purpose became my പദ്ധതി പ്രകടിപ്പിക്കുവാൻ His plan became അവൻ ആഗ്രഹിക്കുന്നു. അവൻ്റെ പദ്ധതി എൻ്റേതാകുന്നു, അവൻ്റെ ആഗ്രഹം എൻ്റേതാകുന്നു. കാരണം അവൻ എന്നിലുണ്ട്, ഞാൻ അവനിലുണ്ട്. without Him. അവനില്ലാതെ എനിക്ക് മറ്റൊരു പദ്ധതി ഈ ലോകത്തിലില്ല. People are living, ജനങ്ങൾ ജീവിക്കുന്നത് ഓരോ പദ്ധതിയുമായിട്ടാണ്. ഒരു പദ്ധതിയില്ലാതെ എങ്ങനെ ജീവിക്കാൻ കഴിയും? they don't know നോക്കുക, അവർക്ക് അറിയത്തില്ല who they are, അവരാരാണ്, what they have, അവർക്ക് എന്താണുള്ളത്, what they can. അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും. Only if you know അത് നിങ്ങൾ അറിയുമ്പോൾ മാത്രമാണ് നിങ്ങൾ ആരാണെന്ന് അറിയണം, what you have, നിങ്ങൾക്ക് എന്താണെന്നുള്ളത് അറിയണം, what you can do, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അറിയണം. you will believe it. നിങ്ങളത് വിശ്വസിക്കും. Without knowing, you cannot believe. അത് നിങ്ങൾ അറിയാതെ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? Can you believe it നിങ്ങൾ without knowing? നിങ്ങൾക്കൊരു കാര്യം അറിയാതെ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? Knowing, അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് കേൾക്കണം. without hearing, നിങ്ങൾ കേൾക്കാതെ നിങ്ങൾക്കത് അറിയാൻ കഴിയുകയില്ല. Romans 10:14 and 17 very clearly says, റോമർ 10 how can they? 40 Romans 14 says, റോമർ 10:14 പറയുന്നു, എങ്ങനെ അവർക്ക് വിശ്വസിക്കാൻ കഴിയും? how can they believe? എങ്ങനെ അവർക്ക് വിശ്വസിക്കാൻ കഴിയും? അവരത് കേട്ടില്ലെങ്കിൽ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? Preacher to preach. പ്രസംഗിക്കാൻ ആളില്ലെങ്കിൽ For us, we can be preacher to ourselves. നമ്മൾക്ക് നമ്മളോട് തന്നെ പ്രസംഗിക്കാൻ കഴിയും. നമ്മൾക്ക് നമ്മളോട് പ്രസംഗിക്കാൻ കഴിയും. നമ്മൾക്ക് നമ്മളോട് തന്നെ സംസാരിക്കാൻ കഴിയും. Do we not know? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളോട് പറയുക, നീ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു, ദൈവത്തിൻ്റെ ആത്മ നമ്മളിൽ വസിക്കുന്നു. ശരീരമേ, നിനക്ക് വേദന വെച്ചുകൊണ്ടിരിക്കാൻ കഴിയത്തില്ല, അതെപ്പോഴും വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. കാരണം നീ സൗഖ്യമായിരിക്കുന്നു ശരീരമേ എന്ന് പറയുക. നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ കേൾക്കും. നിങ്ങൾ കൂടുതൽ സംസാരിക്കുമ്പോൾ കൂടുതൽ നിങ്ങൾ കേൾക്കും, നിങ്ങൾ സൗഖ്യമാക്കും. ഇനി ഒരു ഹീലിംഗ് പ്രീച്ചർ വന്ന് നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങളെ സൗഖ്യത്തിന് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ശരീരത്തോട് നിങ്ങൾ സംസാരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് സംസാരിക്കുമ്പോൾ Jesus spoke to the fig tree യേശു കർത്താവ് അത്തിമരത്തോട് സംസാരിച്ചു. immediately. But though they are not able to see, അത്തിമരം ഉടൻ തന്നെ ഉണങ്ങിപ്പോയി. പക്ഷെ ആത്മീയമണ്ഡലത്തിൽ യേശു കർത്താവ് പറഞ്ഞു, അതെ, യേശു കണ്ടു അത് ഉണങ്ങിയെന്നുള്ളത്. പക്ഷേ ആത്മീക തലത്തിൽ യേശു കണ്ടു, പക്ഷേ ഭൗമിക തലത്തിൽ അത് ഉണ്ടായില്ല. പക്ഷേ രാവിലെ വന്നപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, അയ്യോ, അത് ഉണങ്ങിപ്പോയി. പക്ഷേ യേശു കർത്താവ് ആ വചനം പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ അറിയാമായിരുന്നു ഉണങ്ങിപ്പോയി എന്നുള്ളത്. അതിൻ്റെ കാര്യമാണ്. അതാണ് വിശ്വാസം. വിശ്വാസം എന്നതോ കാണാത്ത കാര്യങ്ങളെ വിശ്വസിക്കുന്നു. the invisible കാണാത്ത കാര്യങ്ങളെ വിശ്വസിക്കുന്നു. കാണാത്ത കാര്യങ്ങളെ കാണുന്നതാണ്. ആത്മീക കാര്യങ്ങളെ കാണുന്നു, ആത്മീക മണ്ഡലത്തെ കാണുന്നു. അദൃശ്യമായ കാര്യങ്ങളെ നമ്മൾ വിശ്വാസത്താൽ കാണുന്നു. ആ വിശ്വാസമാണ് വിശ്വാസമാണ് കാണാൻ കഴിയാത്ത കാര്യങ്ങളെ കാണുന്നത്. വിശ്വാസം നിങ്ങളുടെ ആത്മാവിൽ വന്നു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ പറയുന്നത് വെളിപ്പാട്. വെളിപ്പാടിൻ്റെ ജ്ഞാനത്തിൽ മാത്രമേ നിങ്ങൾ ആരാണെന്നുള്ളത് അറിയുകയുള്ളൂ. നിങ്ങൾ ആരാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നറിയുകയുള്ളൂ. നിങ്ങൾ ആരാണ്? പറഞ്ഞട്ടെ, ഞാൻ ക്രിസ്തുവിനെ ചുമക്കുന്നവൾ, ഞാൻ ക്രിസ്തുവിനെ ചുമക്കുന്നവൾ, ഞാൻ ദൈവത്തിൻ്റെ ശക്തി ചുമക്കുന്നവൾ, ഞങ്ങൾ ദൈവത്തിൻ്റെ അധികാരത്തെ ചുമക്കുന്നവൾ, ഞാൻ ദൈവത്തിൻ്റെ മഹത്വത്തെ ചുമക്കുന്നവൾ. എന്തൊക്കെയാണോ ക്രിസ്തുവിൽ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ മഹത്വത്തിൽ മുഴുവനുമായി ക്രിസ്തുവിൽ ഞാനായിരിക്കുന്നു. പക്ഷേ ഞാൻ ദൈവത്തെ ചുമക്കുന്നവനായതുകൊണ്ട് ദൈവത്തിന് എന്നിൽ കൂടെ പ്രവർത്തിക്കാൻ കഴിയും, അവളിലൂടെ പ്രവർത്തിക്കാൻ കഴിയും. അവൾ എനിക്ക് ആഗ്രഹങ്ങൾ തരുന്നു, ഞാൻ അവരോട് നടക്കുന്നു. ഫിലിപ്പിയർ 2-ാം അധ്യായം പറയുന്നു, അതെ, നമ്മുടെ ശക്തി കൊണ്ടല്ല, നമ്മുടെ ശക്തി കൊണ്ടല്ല, ക്രിസ്തു നമ്മളിലൂടെ പ്രവർത്തിക്കുന്ന കൊണ്ടത്രേ. നമ്മൾ ക്രിസ്തുവിനോടുള്ള ശുശ്രൂഷകരാകുന്നു. അതുകൊണ്ട് ഒരുമിച്ച് ഞാൻ വിശ്വസിക്കുന്ന കൊണ്ട് മാത്രം അല്ല ചെയ്യുന്നത്. ഞാൻ വിശ്വസിക്കാതെ അവന് ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഞാനും യേശുവും ഒരുമിച്ചാണ് വിശ്വാസത്താലാണ് പ്രവർത്തിക്കുന്നത്.
വിശ്വാസമില്ലാതെ ദൈവമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് പിന്നെയും നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ കെട്ടിപ്പടുക്കണം. നിങ്ങൾ കെട്ടിപ്പടുക്കുമ്പോൾ As Jesus developed his faith in the gospel, യേശു കർത്താവ് സുവിശേഷത്തിൽ പ്രവർത്തിച്ചതുപോലെ but he അവൻ ഒരു സാധാരണ മനുഷ്യനെ വന്നു. പക്ഷേ അവൻ്റെ വിശ്വാസത്തെ അവൻ്റെ ചെറിയ വയസ്സിൽ തന്നെ അവൻ വചനത്തെ പ്രസ്താവിച്ചപ്പോൾ പ്രസ്താവിക്കാൻ തുടങ്ങി. ലൂക്കോസ് 2 പറയുന്നത്, ഞാൻ എൻ്റെ പിതാവിനോടുള്ള കാര്യങ്ങൾ ഇരിക്കേണ്ടവനല്ലയോ? എന്താണ് പിതാവിൻ്റെ കാര്യങ്ങൾ? ക്രിസ്തുവിനെ പ്രകടിപ്പിക്കുക, അവനിലൂടെ ദൈവത്തെ പ്രകടിപ്പിക്കുക. എന്തിനാണോ അവൻ വചനം ധ്യാനിച്ചുകൊണ്ടിരുന്നത്? അവൻ ദൈവവചനത്തിൻ്റെ മനുഷ്യനെ തീർന്നു, അവൻ വിശ്വാസത്തിൻ്റെ മനുഷ്യനെ തീർന്നു. സ്തെഫാനോസ് അപ്പോസ്തല പ്രവൃത്തിയിൽ 6-ാം അധ്യായം കാണുകയാണെങ്കിൽ അവൻ വിശ്വാസത്താലും ശക്തിയിലും നിറഞ്ഞിരിക്കുന്നത് കണ്ടു. he was full of faith and അവൻ ശക്തിയിലും വിശ്വാസത്തിലും നിറഞ്ഞിരിക്കുന്നത് കണ്ടു. 5 and 8 you read it. അതിൻ്റെ 5ഉം 8ഉം നിങ്ങൾ കാണുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. അവൻ വചനത്തെ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ When you're full of faith, നിങ്ങൾ വിശ്വാസത്തിൽ നിറഞ്ഞിരിക്കും. നിങ്ങൾ വിശ്വാസത്തിലാണെങ്കിൽ ശക്തി കൊണ്ട് നിറഞ്ഞിരിക്കും. എന്തുകൊണ്ട്? നിങ്ങൾ അതെ, ശക്തി നിങ്ങൾ എപ്പോഴും നിറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ ദൈവത്തിന് എഴുതപ്പെട്ട വചനം അങ്ങനെ വായിക്കും, അങ്ങനെ പറയുന്നു. പക്ഷേ you believe, നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ആ പവർ, ആ ശക്തി നിങ്ങളിൽ നിന്ന് പുറപ്പെടും. നിങ്ങൾ ശക്തിയിൽ നിറഞ്ഞിരിക്കുന്നവർക്ക് കാണാൻ കഴിയും, ജനങ്ങൾ കാണാൻ കഴിയും. നിങ്ങളുടെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നടക്കുന്ന കാണാൻ കഴിയും. എന്തുകൊണ്ട്? faith releases the power in the word of God. കാരണം ആ വിശ്വാസം, ആ വചനത്തിന്റെ ശക്തിയെ നിങ്ങളുടെ ആത്മാവിൽ നിന്നുള്ള ശക്തിയെ പുറപ്പെട്ട് കൊണ്ടുവരുന്നു. Full of miracles. നമുക്ക് വചനം നിറഞ്ഞിരുന്നാൽ, വചന ശക്തി നിറഞ്ഞിരുന്നാൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകും. Miracles are happening like നമുക്ക് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നദി പോലെ ഒഴുകും. എന്തുകൊണ്ട്? കാരണം നിങ്ങൾ വചനത്തിൽ നിറഞ്ഞിരിക്കുന്നു. 7 when you read it. നിങ്ങൾ 7-ാമത്തെ അധ്യായം വായിക്കുകയാണെങ്കിൽ അവൻ വായുകൾ തുറന്നപ്പോൾ അവൻ ഒരു രക്തസാക്ഷിയെ മരിക്കുന്നതിന് മുമ്പ് അവൻ വളരെ ധൈര്യത്തോടു കൂടി അവൻ വചനത്തെ പ്രസ്താവിച്ചു. അവൻ വായ് തുറന്നപ്പോൾ അവൻ അബ്രഹാമിൽ തുടങ്ങി. അതെങ്ങനെ സംഭവിച്ചു? അവൻ വചനത്താൽ നിറഞ്ഞിരുന്നു, അവൻ ധ്യാനിച്ചു കൊണ്ടിരുന്നു, അവൻ പരിശുദ്ധാത്മ നിറഞ്ഞിരുന്നു, അവൻ വചനത്താൽ നിറഞ്ഞിരുന്നു, അവൻ വളരെ ശക്തിയോടെ നിറഞ്ഞിരുന്നു, അവൻ അത്ഭുതങ്ങൾ നിറഞ്ഞിരുന്നു. നോക്കുക, വചനത്താൽ നിറഞ്ഞിരിക്കുന്നതാണ് വചനത്തിൽ നിറഞ്ഞിരിക്കുന്നതാണ് കീ എന്ന് പറയുന്നത്. ഓക്കെ, സഹോദരന്മാരെന്ന് വിളിച്ചാലും സാരമില്ല, നമ്മളെല്ലാവരും ക്രിസ്തു സഹോദരന്മാരാണ്. ഓക്കെ, അണ്ണൻ പല മീറ്റിങ്ങിലും സഹോദരന്മാരെ പഠിപ്പിക്കുന്നുണ്ട്, സഹോദരന്മാരെ എന്നുള്ള വാക്ക് വന്നതാണ്. ഓക്കെ, നോക്കുക, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ വിശ്വാസം, ആ വചനം വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ വായ് തുറക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ തന്നെ പിന്നെയും നിങ്ങൾ ആ വചനം വന്നുകൊണ്ടിരിക്കും. അതാണ് നമ്മൾ വിളിക്കുന്നത് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ വചനം വസിക്കുന്നില്ലെങ്കിൽ നമുക്ക് വസിക്കുകയാണെങ്കിൽ നമ്മൾ പൂർണ്ണ ജയാളികളായിരിക്കും. 1 യോഹന്നാൻ 2:14 പറയുന്നു, യൗവനക്കാരെ നിങ്ങൾ ജയിച്ചിരിക്കുന്നു, നിങ്ങൾ ബലമുള്ളവരാകുന്നു, നിങ്ങൾ അപവാദം ജയിച്ചിരിക്കുന്നു. നിങ്ങൾ ശക്തരായാലും ദൈവവചനം നിങ്ങൾ വസിക്കാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. നിങ്ങൾ ശക്തരാകിയിരിക്കുന്നു. എങ്ങനെ? ദൈവവചനം നിങ്ങൾ വസിക്കയാൽ നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുന്നു. ദൈവവചനം നിങ്ങൾ വസിക്കുമ്പോൾ നിങ്ങൾ ശക്തരായിരിക്കും. ദൈവവചനം നിങ്ങൾ വസിക്കുമ്പോൾ നിങ്ങൾ വെളിപ്പാടായിട്ട് വരും. ദൈവവചനം നിങ്ങളുടെ ഉള്ളിൽ പ്രകാശമായി വരും. നിങ്ങൾക്ക് ആ ഒരു പ്രകാശനം ഉണ്ടാകുമ്പോൾ പിശാച്, ദുഷ്ടൻ ഒരിക്കലും നിങ്ങളെ തൊടുവാൻ കഴിയുകയില്ല. നിങ്ങളെ ഒരിക്കലും തൊടുവാൻ കഴിയുകയില്ല. നിങ്ങൾ എപ്പോഴേ ദുഷ്ടനെ ജയിച്ചിരിക്കുന്നു? എപ്പോൾ? ആ വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിൽ വന്നപ്പോൾ, ദൈവവചനം നിങ്ങളുടെ ഹൃദയത്തിൽ വരുമ്പോൾ, നിങ്ങളുടെ ഹൃദയത്തിൽ വചനമില്ലെങ്കിൽ അതൊരു തോന്നലാകും. നിങ്ങളുടെ ഹൃദയത്തിൽ വചനം വരെ ഒരു തോന്നൽ മാത്രമായി തീരും. ഒരിക്കലും ആ തോന്നൽ നിങ്ങളെ സഹായിക്കുകയില്ല. ദൈവം നിങ്ങളോട് ജീവിക്കുന്നു പറയുകയാണെങ്കിൽ അതേ ആ ഒരു തോന്നൽ മാത്രം, അല്ലെങ്കിൽ അവർക്ക് ചേർത്ത് പറയുന്നത് കൊണ്ട് കാര്യമില്ല. നിങ്ങൾ വിശ്വസിക്കണം. ദൈവത്തിൻ്റെ വചനം നിങ്ങളിലൂടെ പ്രവർത്തിക്കുന്നത് വിശ്വസിച്ചാൽ മാത്രം നടക്കും. അതാണ് യേശു കർത്താവ് പറഞ്ഞത്.
വചനശക്തിയെ റിലീസ് ചെയ്യുന്നത് എങ്ങനെയാണ്? വിശ്വാസത്താൽ മാത്രം. മർക്കോസ് 5:34. നിങ്ങളുടെ വിശ്വാസത്താൽ, ആ വിശ്വാസത്താൽ എപ്പോഴും നിങ്ങളിൽ നിന്ന് ശക്തി പുറപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവിൽ ആ ശക്തിയുണ്ട്, അവൻ്റെ വചനത്തിലുണ്ട്. അവൻ നമ്മളെ സൗഖ്യമാക്കുവാൻ വിളിച്ചിരിക്കുന്നു. അവൻ നമ്മളെ അയച്ചിരിക്കുന്ന ഒരു ഉദ്ദേശം നമ്മൾ സൗഖ്യമാക്കുവാനാണ്. നമ്മളെ സൗഖ്യമാക്കുവാൻ തന്നെയാണ് അവൻ്റെ വചനം അയച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾക്ക് ഒരു ജോലിയുണ്ട്, വിശ്വസിക്കുക. കേൾക്കുന്നതിലൂടെ പിന്നെയും കേൾക്കുന്നതിലൂടെ മാത്രമേ വിശ്വാസം വർദ്ധിക്കുകയുള്ളൂ. ആ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുകയുള്ളൂ. നിങ്ങളുടെ കണ്ണുകൾ അടച്ചാട്ടെ. ഓ നിങ്ങളുടെ പ്രിയപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതനെ സ്തോത്രമപ്പാ. ആമേൻ കർത്താവേ, അങ്ങയുടെ വചനത്തെ സ്വീകരിക്കാൻ ഞങ്ങളെ സഹായിച്ചതിനെ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ കർത്താവേ, ഞങ്ങൾ അങ്ങ് സ്വീകരിക്കുന്നു. ഞങ്ങൾ ചെയ്യുന്നവരല്ല, ഞങ്ങൾ സ്വീകരിക്കുന്നവരാകുന്നു. ഓ കർത്താവേ, അങ്ങ് സകലം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതിനെ സ്തോത്രം. അങ്ങയുടെ വചനം ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ, ആമേൻ കർത്താവേ, അങ്ങ് ഞങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ആമേൻ കർത്താവേ, അങ്ങ് ഞങ്ങളിലൂടെ പ്രവർത്തിക്കാൻ ഞങ്ങൾ അങ്ങനെ അനുവദിക്കുന്നു. ഞങ്ങളോട് പ്രകടിച്ചാട്ടെ. ആമേൻ കർത്താവേ, ഞങ്ങളിലൂടെ പ്രകടപ്പെട്ടാട്ടെ. ആമേൻ വെളിപ്പെടുത്തിയാട്ടെ. ഞങ്ങളെങ്കിൽ വിശ്വസിക്കുന്നപ്പ ഞങ്ങളുടെ കണ്ണുകൾ തുറന്ന് ആ സത്യത്തെ കാണാൻ സഹായിച്ചട്ടെ. അവൻ ഒളിഞ്ഞിരിക്കുന്ന നല്ല നിക്ഷേപത്തെ, വചനത്തെ കാണുവാൻ ഞങ്ങൾ സഹായിച്ചട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ.